നമുക്ക് കുട്ടികൾക്ക്. നമ്മൾ ആദ്യം ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാ എന്ന് തന്നെ അല്ലേ? അതന്നെ ഞാനും ചെയ്തു. എന്താ ചെയ്ത്? അയ്യോ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കൊടുക്കാറില്ല. പക്ഷെ വീണ്ടും നിർബന്ധിച്ചപ്പോ എന്റെ ഭാര്യയുടെ കൂട്ടുകാരിയുടെ ഭർത്താവാണ് സജീവ് കുമാർ സാറ്. ഞാൻ എന്ത് ചെയ്തു? നിർബന്ധത്തിന് വഴങ്ങിയിട്ട് കുട്ടികൾക്ക് കൊടുത്തപ്പോ കുറച്ച് നാള് കാലത്ത് എനിക്കുന്നു, ഇളം ചൂടുവെള്ളം എടുക്കുന്നു, അതിൽ കിഡ്സ് ഇടുന്നു, കലക്കുന്നു, കുടിക്കുന്നു. ഒരു മാസത്തിൽ 4 പ്രാവശ്യം ഡോക്ടറെ തീ കൊണ്ടുപോയ കുട്ടികളെ അത് 3 പ്രാവശ്യം മാത്രമായിട്ട് മാറി എന്നുള്ള വിശ്വാസം എന്റെ ഉള്ളിൽ വന്നു. അതിനുശേഷം 2 പ്രാവശ്യമായിട്ട് മാറി. എന്റെ കൂട്ടുകാരൻ പറയുന്നു, ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കും. മനസ്സിലാക്കിയപ്പോ അദ്ദേഹം ചെയ്തു എന്റെ വീക്ക്നെസ് കയറി പിടിച്ചു. എന്താണ്? വണ്ടിയിൽ പോവാന്നുള്ളതാണ് എന്റെ ഏറ്റവും. വണ്ടിയില് ഒരു ഒമിനി ഉണ്ടായിരുന്നു, പഴയ ഒമിനി. ആ ഒമിനി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നല്ലോ. ആളെന്നോട് പറയാ വണ്ടി കൊണ്ടിട്ടുണ്ട്. അങ്ങനെ കറൂട്ടിലേക്ക് പുറപ്പെട്ടു. എന്നോട് പറഞ്ഞു 2 ദിവസത്തെ ക്ലാസ്. ഞാൻ പറഞ്ഞു 2 ദിവസം ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല. കാരണം എന്റെ തൊഴിലാണ് എന്റെ ജീവിതം ധന്യമാക്കുക എന്നുള്ള തെറ്റായ ധാരണ എന്റെ ഉള്ളിലൂടെ അല്ലേ? ആ ഓട്ടോറിക്ഷയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ആശുപത്രിപ്പണിയിൽ നിന്നോ എനിക്ക് എന്റെ ജീവിതം ധന്യമാക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? നിർബന്ധത്തിന് വഴങ്ങിയപ്പോ എന്നാ സാരമില്ല, പിറ്റേ ദിവസം ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യും, ഇന്ന് ഉച്ചവരെ പങ്കെടുക്കാം എന്ന് പറഞ്ഞ ആ ഉച്ചവരെയുള്ള സെഷനെ കേൾക്കാൻ വേണ്ടി പോയതാണ് കറൂറ്റിയിലേക്ക്. അന്നേരമാണ് ഡോക്ടർ ആയൻ സാറിനെയും ഗിരീഷ് സാറിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഡോക്ടർ ആയൻ സാറിന്റെ ഒരു ആരോഗ്യ ക്ലാസ് കേട്ടപ്പോ എനിക്ക് തോന്നി, ശരി തന്നെയാണ്, കുറെ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ കുറെ കാശ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത് അല്ലെ? ശരിയല്ല സുഹൃത്തുക്കളെ? പണ്ടൊക്കെ പറയുമായിരുന്നു വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. പക്ഷെ ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല, താക്കത്തുണ്ടെങ്കിലേ പവർ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് എന്തുണ്ടായിരിക്കും? നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു എനർജി നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആ ക്ലാസ് കേട്ടപ്പോ ഞാൻ ഏറ്റവും ബാക്കിൽ ഇരുന്നുകൊണ്ട് ആ ക്ലാസ് കേട്ടപ്പോ എനിക്ക് തോന്നി ഉച്ച വരെയുള്ള സെഷൻ അറ്റൻഡ് ചെയ്താൽ പോരാ. ഭക്ഷണം കഴിഞ്ഞപ്പോ ഞാൻ സജീവ് സാറിനോട് പറഞ്ഞു, സജീവ് സാറെ നാളത്തെ ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ഇനി ഇവിടുന്ന് പോണുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോ ഞാൻ വിചാരിച്ചു സജീവ് സാർ എനിക്ക് ആ വണ്ടിയിൽ തന്നെ അവിടെ കൊണ്ടാക്കി തരും എന്ന് വിചാരിച്ചു. പക്ഷെ ആളെന്ത് ചെയ്തു? ഒരു ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവന്നാക്കി തന്നു. എന്നിട്ട് പറഞ്ഞു ശരി, ഓക്കെ. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് ആരാ? ഞാനാണ്. അദ്ദേഹം ചെയ്യേണ്ട കടമ അദ്ദേഹം ചെയ്തു തന്നു. തീരുമാനമെടുക്കേണ്ടത് ആരാ? ഞാനാണ്. ആ ബസ്സിന്റെ പിന്നിൽ സീറ്റിൽ ഇരുന്നു കൊണ്ട് ഞാനൊരു ഉറച്ച തീരുമാനം എടുക്കുകയാണ്. ആ ഒരു ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തില് ഇന്ന് എന്റെ ടീമിൽ ഒരു 7000-ലധികം ആളുകളുണ്ട്. ആലോചിച്ച് നോക്കും. ഒരു സാധാരണ ഒരു ഓട്ടോറിക്ഷക്കാരൻ ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളില് മുത്തുക്കുടയിലാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഹലോ, ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെയൊക്കെ അല്ലേ? ഒരു അംഗീകാരം ആഗ്രഹിക്കുന്നില്ലേ സുഹൃത്തുക്കളെ? ഇന്ന് ഏകദേശം എന്റെ ടീം ഈ മാസം ഒരു 15,25,221 രൂപ മേടിച്ചെടുത്തു. എന്റെ ടീം മാത്രമായിട്ട് അല്ലേ? ഒരു സാധാരണ ഒരു ഓട്ടോറിക്ഷക്കാരൻ എത്ര കാലം കാത്തിരുന്നാലാണ് 1,00,000 രൂപ ചെലവൊക്കെ കഴിഞ്ഞ് മാറ്റി വയ്ക്കാൻ പറ്റുക? പക്ഷെ ഈ മാസം ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നത് 1,20,22 രൂപ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. 1,20,20,000. നല്ലതാണ് സുഹൃത്തുക്കളെ? അല്ലേ? RCM എന്ന പ്രസ്ഥാനം നമുക്ക് ആരോഗ്യവും വരുമാനവും ഇതൊക്കെ തരും. കൊല്ലങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ കൊല്ലങ്ങളായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ ആഴ്ചകൾക്കുള്ളിൽ നടക്കുന്ന പ്രസ്ഥാനവും നമ്മൾക്ക് മുന്നിലുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ഒരു സ്ലൈഡിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും റെഡിയാണോ? എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എല്ലാവരും റെഡിയാണോ? റെഡിയാണോ? ഞാൻ സാധാരണ ഒരു ഓട്ടോറിക്ഷക്കാരനാണ്, സാധാരണ ചിന്താഗതിക്കാരൻ. നിങ്ങൾ ഓരോരുത്തരും വലിയ വലിയ സ്റ്റേജുകളിൽ കയറി നിന്നുകൊണ്ട് 1,00,000 വരുമാനം മേടിച്ചു, 2,00,000 വരുമാനം മേടിച്ചു, ഈ മാസം വന്നത് 7,00,000 രൂപയാണെന്ന് പറയാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഹലോ, നിങ്ങൾ തയ്യാറാണോ? ആരോ റെഡി? ആ റെഡി ഒരു ചോദ്യമുള്ള റെഡി അല്ലല്ലോ. റെഡിയാണോ?
നിങ്ങൾ റെഡിയല്ലേ? ബാക്കിലിരിക്കുന്ന ആൾ റെഡിയാണോ? എത്ര പേര് പുതിയ ആളുകളുണ്ട്? പുതിയ ആളുകൾ ഈ RCM എന്ന പ്രസ്ഥാനത്തിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകൾ. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും RCM എന്ന കുടുംബത്തിലേക്ക് ഹാപ്പി വെൽക്കം ചെയ്യുന്നു. ഹാപ്പി വെൽക്കം. നിങ്ങൾക്ക് എല്ലാവർക്കും RCM എന്ന ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക്, ഈ ഒരു നന്മയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സന്തോഷപൂർവം ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിജയിക്കാൻ വേണ്ടി മനുഷ്യജന്മം കിട്ടാൻ വേണുഗോപാൽ സാറ് ഒരു ജന്മത്തിലാണെന്ന് പറയണത്. പിന്നെ അടുത്ത ജന്മം പൂച്ചയാണോ കാക്കയാണോ നായയാണോ ഒന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഈ ജന്മത്തിൽ തന്നെ എനിക്ക് നല്ല വീടും അതേപോലെ തന്നെ നല്ല വാഹനങ്ങളും അടിപൊളിയായിട്ട് ആ സക്സസ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം നിർത്തിയത്. ഞാൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു കംഫർട്ട് സോണിൽ നിന്ന് സക്സസിലേക്ക് ചാടുന്ന ഫോട്ടോയിലാണ് അദ്ദേഹം നിർത്തിയത്. ഞാൻ സക്സസിൽ നിന്നാണ് തുടങ്ങുന്നത്. എവിടെയാണ് തുടങ്ങുന്നത്? സക്സസിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ആ സക്സസിന്റെ മീനിങ്ങുകളാണ് ഞാനിവിടെ വളരെ വ്യക്തമായിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? SUCCESS, സക്സസ്. ഇന്ന് ആ സക്സസിലേക്ക് എത്തുമ്പോ ഏകദേശം ഒരു 9.25 സെന്റ് സ്ഥലവും 3 ബെഡ്റൂമുള്ള വീടിന്റെയും ഫംഗ്ഷൻ വെച്ചിരിക്കുന്നു മാർച്ച് 1-ാം തീയതി. ഫംഗ്ഷൻ വെച്ചിരിക്കുക. 51 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഞാൻ ആ വീട് മേടിച്ചത്. ഇന്ന് ഏകദേശം 9 ലക്ഷം രൂപ വിലയുള്ള കാർ ഇന്ന് എന്റെ സ്വന്തമാണ്. ഇന്ന് നിങ്ങൾ കണ്ടില്ലേ, പൊന്നാടയൊക്കെ എണീച്ചത് കണ്ടില്ലേ? ഒരു സാധാരണ ഒരു ഓട്ടോറിക്ഷക്കാരനെ ഇങ്ങനെ മാറാമെന്നുണ്ടെങ്കിൽ, ഒരു എമറാൾഡ് ആയപ്പോ എന്റെ ടീമംഗൾ മുഴുവനും എന്നെ ഒരു കസേരയിൽ കയറ്റി മുകളിലേക്ക് പൊക്കി എന്നെ കൊണ്ടുപോയി. ആ മറ്റേ പടത്തിൽ പറഞ്ഞ എന്നെ കൊണ്ടുപോവുകയായിരുന്നു അവര്, അല്ലേ? ആ ഒരു വേദിയിലേക്ക് കൊണ്ടുപോയി. എന്റെ സാധാരണക്കാരൻ എന്റെ അച്ഛൻ അവിടെ നിന്ന് കരയായിരുന്നു. അച്ഛനെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ പുണ്യം ഈ ഒരു ജന്മത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ ജന്മത്തിൽ തന്നെ വിജയിക്കണം എന്ന് പറയുന്ന സന്തോഷത്തോടു കൂടി ഈ ജീവിതം അനുഭവിച്ച് തീർക്കണം എന്ന് പറയുന്ന എത്ര പേര് ഇരിക്കുന്നുണ്ട്? സാറേ, എല്ലാവരും വിജയിക്കണം ആഗ്രഹിക്കുന്ന ആളുകളാണ്. എല്ലാവരും പവറോട് കൂടിയിട്ട് വിജയിക്കട്ടെ. ഒറ്റ ഒരെണ്ണം ഞാൻ പറയുന്നു, ഈ കൊലയിൽ ഇനി ഒരെണ്ണം മോശമാവില്ല. എല്ലാവരും വിജയിച്ച് കയറി. പക്ഷെ ചില പോയിന്റുകൾ സാറ് പറഞ്ഞു. ഇവിടെ ചില കാര്യങ്ങൾ വരുമ്പോ നമ്മൾ പകച്ചു പോവരുത്, പേടിച്ചു പോവരുത്, വിഷമിച്ചു പോവരുത്. എന്റെ ഈ RCMലത്തെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ചിരിക്കുള്ളൂ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ചിരിക്കും. എത്ര പേർക്ക് അങ്ങനെ കഴിയും ചിരിക്കാനായിട്ട്? ചിരിക്കാൻ കഴിയില്ല. നമ്മളപ്പത്തിന് ഷൗട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കും, അല്ലെ? ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു വിഷമം നമുക്ക് വേണ്ട. RCM ബിസിനസ്സിൽ നമ്മൾ വിജയിച്ചിരിക്കും, ഷുവർലി. അതിൽ വേറൊരു മാറ്റവുമില്ല. ഉറപ്പിക്കാൻ പറ്റുമോ? RCMൽ നമ്മൾ വിജയിച്ചിരിക്കും. അതിനൊരു തെളിവാണെന്ന് ഒരു ഓട്ടോ ഓടിച്ചിരുന്ന ഞാൻ ഇന്ന് എമറാൾഡ്. അതിന് വേണ്ടുന്ന ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു. എമറാൾഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകള് എത്ര പേര് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്? എമറാൾഡ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകൾ. എമറാൾഡ് 1 ലക്ഷം രൂപ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 1 ലക്ഷം വരണം എന്നുണ്ടെങ്കിൽ ഈ വാചകം ഒന്ന് നീട്ടി പറയണം. എന്ത് പറയണം? എന്ത് പറയേണ്ടത്? എമറാൾഡ്. ഒന്ന് പറഞ്ഞേ, വെറുതെ ഒന്ന് പറഞ്ഞേ. ഹൃദയം ഒന്ന് കേൾക്കട്ടെ. എന്റെ ഹൃദയം കേട്ട. അത് കേട്ടപ്പോഴാണല്ലോ ഞാൻ എമറാൾഡായി. എന്റെ ഹൃദയത്തില് ഗിരീഷ് സാറ് വന്നിട്ട് ഇങ്ങനെ പറയിപ്പിച്ചു. ഞാൻ വിചാരിച്ചു, ഈ പയ്യനെ ഭ്രാന്തുണ്ടോ ഇതിങ്ങനെ വെറുതെ പറയിപ്പിക്കാൻ? അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് അതിന്റെ ശബ്ദം കൂടിക്കോട്ടെ, എന്റെ ശബ്ദം ഇത്തിരി കൂടെ ബാസുള്ള ശബ്ദം കൂടിക്കോട്ടെ എന്ന് ഞാനും എമറാൾഡ് എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ഞാൻ എമറാൾഡായിട്ട് മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓരോരുത്തരും എന്ത് പറയാ? എമറാൾഡ്. ഒന്ന് നീട്ടി പറഞ്ഞേ, എമറാൾഡ്. ഒരു പ്രാവശ്യം കൂടി. ബാക്കിലിരിക്കുന്ന ആളുകൾക്കൊന്നും എമറാൾഡ് ആവണ്ട. ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന ശബ്ദം ഈ വേദിയിലിരിക്കുന്ന ആളുകൾ എടുക്കുന്നില്ല, അല്ലേ? ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു നോക്കിയേ.
അത് ഇനി ഞാൻ എമറാൾഡ് ആയതുകൊണ്ടല്ല, നിങ്ങളാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ താങ്ക് യു പറഞ്ഞത്. ആവും. കാരണം അത് ആദ്യം കേൾക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ് ആദ്യം കേൾക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ എമറാൾഡ് ആയിട്ട് മാറും. അതിലപ്പുറത്തേക്ക് എമറാൾഡും സ്റ്റാർ എമറാൾഡും റൂബിയും സ്റ്റാർ റൂബിയും ഒക്കെ എല്ലാ ലീഡേഴ്സ് കൂടി ഇരിക്കുന്നുണ്ട് ആയി മാറും എന്നുള്ളതിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ലീഡർ വേണുഗോപാൽ സാർ. ഒരു നല്ലൊരു ഗൈഡൻസ് ആണ്. കറക്റ്റ് പോയിന്റുകൾ. ടൈം ഇത്തിരി ലേഗ് ആവുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം മകനെ വിളിച്ചു, മോനെ ഇടുവാ എവിടേക്ക്, അവിടേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു കുറച്ചുകൂടെ സ്പീഡാക്കിക്കുക കാര്യങ്ങൾ. വളരെ കറക്റ്റ്. ആ പോലീസുകാരന്റെ ആ നിർബന്ധം, ആ ഒരു പവറോട് കൂടി കൊണ്ടുപോകുന്ന പവർ ടീം എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ പറയുന്നു, ആർസിഎമ്മിൽ നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പോയിന്റ് പറയുന്നു, സീ യുവർ ഗോൾ. സീ യുവർ ഗോൾ. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങൾ ഉണ്ടോ? ആദ്യമായിട്ട് തന്നെ ഒരു ത്രിദിന ക്ലാസ്, ഈവനിങ് ക്ലാസ്സിന് ഗിരീഷ് സാർ നടത്തുന്ന ക്ലാസ്സിന് എന്നെ കൊണ്ടുപോയി. എവിടേക്ക്? ഞാനും എന്റെ ഒരു കൂട്ടുകാരനും കൂടിയിട്ട് നെടുമ്പാശ്ശേരിയിലേക്ക് പുറപ്പെട്ടു. എന്റെ ഗ്രേറ്റ് ലീഡർ, നിങ്ങൾക്കറിയാലോ, സ്വപ്നങ്ങളുടെ രാജകുമാരൻ. ആ രാജകുമാരൻ എന്നോട് പറഞ്ഞു, സ്വപ്നങ്ങൾ എഴുത് എന്ന് പറഞ്ഞു. പുസ്തകമുണ്ട്, പേനയുണ്ട്. ഞാൻ പേന എടുത്തിട്ട് സ്വപ്നങ്ങളല്ലേ ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞ് എഴുതാൻ തുടങ്ങിയപ്പോ കൈ വരയ്ക്കുള്ളൂ, എഴുതാനൊന്നുമില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 39ാമത്തെ വയസ്സ് വരെ എനിക്ക് സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സജു സാർ അല്ല ഗിരി സാർ പറഞ്ഞു, കണ്ണുരുട്ടി കാണിച്ചു പറഞ്ഞു, എഴുതൂ. ഞാൻ വെറുതെ എഴുതിയതാണ് സുഹൃത്തുക്കളെ, ഒരു കാറ് വേണം. വെറുതെ എഴുതിയതാ ഒരു പുസ്തകത്തില്. വെറുതെ എഴുതിയതാണ് ഒരു വീട് വേണം. ഇതൊക്കെ ഇന്ന് എനിക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാം നേടാൻ കഴിഞ്ഞു. ഫംഗ്ഷൻ വെച്ചിരിക്കുകയാണ് ഈ മാർച്ച് 1-ാം തീയതി. നിങ്ങൾ വരണം, എല്ലാവരും കൂടി വരണ്ട. അത്യാവശ്യമുള്ള ലീഡർമാരൊക്കെ ഫോട്ടോ എടുക്കാതെ ഒരു നിങ്ങൾക്ക് എന്താണ് നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ ടീമിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്. കോഴിക്കോട് മുഴുവൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിലപ്പോ എമറാൾഡായിട്ടുള്ളൂ. അത് നമ്മളൊന്ന് ചിന്തിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് ഹാപ്പി വെൽക്കം ചെയ്യുന്നു. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ ഒന്നാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? സീ യുവർ ഗോൾ. സ്വപ്നങ്ങളുള്ള ആളുകളുണ്ടോ? സ്വപ്നങ്ങൾ പുസ്തകത്തിൽ എഴുതിയ ആളുകളുണ്ടോ? എഴുതിയിട്ടുണ്ട്. എത്ര പേര് എഴുതാത്ത ആളുകളുണ്ട്? വെറുതെ കുറച്ച് സ്വപ്നങ്ങളൊന്നും എഴുതി വെച്ചോളൂ. ഒരു പുസ്തകം എടുത്തു. ഇന്ന് വേണുഗോപാൽ സാർ പറഞ്ഞത് എല്ലാവരും വിജയിക്കണം എന്നാണ് ഷൈൻ സാർ എന്റെ ആഗ്രഹം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചു. ഉണ്ടോ? പുസ്തകം ഉണ്ടോ? ഷാജി സാറ് ഏതെങ്കിലും പുസ്തകങ്ങളോ അല്ലെങ്കിൽ പേപ്പറോ എവിടെന്നെങ്കിലും മേടിച്ച് ആ പുസ്തകങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഒന്നും കൊടുക്കണം. എല്ലാവർക്കും ഒരു പേജെങ്കിലും കൊടുക്കും. അടുത്ത ആളുകൾക്ക് ഇല്ലാത്ത പേപ്പർ ഇല്ലാത്ത ആളുകൾക്ക് ഒരു പേപ്പർ സ്വന്തം കൈപ്പട കൊണ്ട്, അല്ലെ സാർ അങ്ങനല്ലേ ചെയ്യേണ്ടത്? സ്വന്തം പേനയൊക്കെ എടുത്താൽ ഒരു കൈപ്പട കൊണ്ട് ഒരു 5 സ്വപ്നങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എഴുതും. 5 സ്വപ്നങ്ങൾ. ഒരാൾ പോലും സ്വപ്നങ്ങൾ എഴുതാതെ പോകരുത്. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായാൽ പോരാ, ഒരു പേപ്പറിൽ എഴുതണം. അല്ലെ? അങ്ങനെയല്ലേ സാറേ വേണ്ടത്? ശരിയല്ലേ? നിങ്ങൾ തയ്യാറാണോ? എന്നിട്ട് എഴുതുന്നില്ലല്ലോ. പേനയ്ക്ക് അടുത്തുള്ള ആളുകളിൽ നിന്ന് കിട്ടും. പെന്നില്ല, പെന്നുണ്ട് അടുത്തുള്ള ആളുകളിൽ നിന്ന് മേടിക്കും. സാറേ എഴുതി വെച്ചോളൂ, എഴുതൂ. ഒരു സ്വപ്നങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് വെറുതെ എഴുതൂ. എന്താ പേനയൊന്നുമില്ല മാഡത്തിന്റെ കയ്യിൽ? ഒന്ന് എഴുതൂ. ആരെന്തെങ്കിലും ഒരു പേപ്പർ മേടിക്കും. കുറച്ച് ആളുകൾ സാറോടെ പേപ്പർ തരും, എഴുതി വെച്ചൂടെ സാർ? സ്വപ്നങ്ങൾ എന്താണെന്ന് എഴുതി വെച്ചൂടെ? നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്? വെറുതെ ഒന്ന് എഴുതി വെക്കുക, അല്ലെ? എഴുതി വെച്ചൂടെ മേഡം? എല്ലാവരും പറഞ്ഞാ പോരാ, എഴുതണം ഒരു പേപ്പറിൽ. എന്ത് കാര്യങ്ങളും നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ പേപ്പറിൽ നമ്മൾ എഴുതണം. എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേപ്പർ ഉണ്ട്. സ്വപ്നങ്ങളുടെ പേപ്പർ മാത്രമല്ല കേട്ടോ, കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കും. പേപ്പറിലേക്ക് എഴുതും. പേപ്പറിലേക്ക് എഴുതി കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയോ? നമ്മുടെ മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേപ്പറിൽ എഴുതാനാ പറയാ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, വിഷമം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു പേപ്പറിൽ എഴുതാതെ ചുറ്റി കളയുക. അതോടുകൂടി ആ പ്രശ്നങ്ങളാണ് പതുക്കെ അതിന്റെ പകുതി പ്രശ്നങ്ങൾ പോകും, അല്ലെ? ഇത് മനസ്സിലിട്ട് ഇങ്ങനെ നീറ്റി പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങള് അങ്ങനെയല്ലല്ലോ. എഴുതിക്കൂടെ സാർ? എഴുതിക്കൂടെ? എഴുതിയോ?
ഒരു 5 സ്വപ്നങ്ങൾ എഴുതും മേഡം. എന്നെ കണ്ടു തുറപ്പിച്ച് നോക്കിയിട്ട് കാര്യമില്ല. വേണുഗോപാൽ സാറാണ് പറഞ്ഞത് ഇവിടെ വന്നപ്പോ എന്നോട് സ്വപ്നങ്ങളൊക്കെ എഴുതിക്കണം എന്നൊക്കെ വേണുഗോപാൽ സാർ പറഞ്ഞു അല്ലേ. ഞാൻ നാളെ ഒരു ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്തുണ്ട് അവിടെ ഉണ്ട് ഒരു പെണ്ണ് എന്നെ കണ്ടുപിടിപ്പിച്ച് നോക്കണം. ഞാൻ പറഞ്ഞു എന്നെ കണ്ടുപിടിച്ച് നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങളല്ലേ വിജയിക്കണം എന്ന് എന്നോട് പറഞ്ഞത് അല്ലേ. RCMലൂടെ വിജയിക്കണം എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിങ്ങൾക്ക് വിജയിക്കുന്നതിന്റെ മന്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഇൻഡപ്ത് നമ്മളൊന്ന് പഠിച്ചിട്ടൊന്ന് പോവുള്ളൂ. സാറ് വാതിലൊക്കെ അടച്ചോ, കൂട്ടിക്കോ, ഡോറൊക്കെ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഒരാൾക്ക് പോലും പുറത്ത് പോകാൻ പറ്റില്ല. ഇങ്ങനെയായിരുന്നെങ്കിൽ വരില്ലായിരുന്നു സാറേ, ഇങ്ങനെയായിരുന്നെങ്കിൽ വരില്ലായിരുന്നു. ഇത് ആദ്യമൊക്കെ പറയണ്ടേ സാറ്. പണ്ട് ഇതേമാതിരി തന്നെ ഞങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം രാജൻ സാറും ഗിരി സാറൊക്കെ തൃശ്ശൂർ ടൗണിലേക്ക് ഒരു രാജേഷ് ടാഗോർ സാറ് വരുന്നത് കണ്ട് കൊണ്ടുപോയി. ഞങ്ങളെല്ലാവരും ഭയങ്കര രസത്തിൽ കോട്ടൊക്കെ ഇട്ട് അവിടെ ചെന്നു. 10 മിനിറ്റ് അധികം സംസാരിച്ചതിന് ശേഷം ഒരു സഞ്ചി എടുത്ത് കയ്യിൽ തന്നു. തൃശ്ശൂർ ടൗണിൽ പോയിട്ട് വിറ്റോളാം പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് ആലോചിച്ചു, ഇത് അറിയായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. പക്ഷെ പുതിയ ആളുകളോട് അന്ന് ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞപ്പോ പിന്നെ പ്രൊഡക്റ്റ് വിൽക്കാൻ എനിക്കൊരു മടിയുണ്ടായിരുന്നു. ഫാസ്റ്റത്തെ പഠിക്കാൻ പുതിയ ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് എഴുതിയോ? എത്ര പേര് എഴുതി? ഒരുപാട് ആളുകൾ. ഇനിയും എഴുതാത്ത ആളുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ കൊലയിൽ നിന്നും ഒരൊറ്റ മാങ്ങ എന്താവില്ല, നശിച്ചു പോവില്ല. ഒക്കെ വിജയിച്ചു കയറുന്ന ആളുകളാ ഇന്ന് ഈ വേദിയിൽ വന്നിരിക്കുന്ന ആളുകൾ. പക്ഷെ നമ്മൾ ചില ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് നമ്മൾ ഇങ്ങനെ ഹാർഡായി പവറായിട്ട് ഇങ്ങനെ നിന്ന് വീട്ടിൽ ചെന്ന് നമ്മൾ നല്ല പവറാ. പക്ഷെ എന്താണ് വേണ്ടത്? നമുക്ക് എന്ത് സ്വപ്നങ്ങളാണുള്ളത്? അത് നമ്മൾ നമ്മുടെ ഹൃദയത്തിനോട് ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടോ? കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വേദിയിൽ വന്ന് നിന്നും കണ്ടിട്ട് അപ്പൊ പറയും ലീഡർ അടിപൊളി ക്ലാസ് എടുത്തു, സൂപ്പർ എന്നൊക്കെ പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ടതുണ്ട്. ഹലോ, ആർ യു റെഡി? ഒരു യെസ് പറഞ്ഞൂടെ? എനിക്ക് തോന്നുന്നു സാർ എല്ലാവരും സ്വപ്നങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ? സ്വപ്നങ്ങൾ എഴുതിയോ? ഒരാൾക്ക് കത്തിജ്വലിച്ച സ്വപ്നം എഴുതിയ ഒരാൾക്ക് ഇന്നിവിടെ വന്ന് സംസാരിക്കും. കത്തിജ്വലിച്ച ഒരു ആളുകൾ കേൾക്കുമ്പോഴൊക്കെ എന്റെ ടീമിലുള്ള ഒരു ലേഡിയുടെ സ്വപ്നം എന്താണെന്നറിയോ? ഒരു ആനനെ മേടിക്കണം. അത് ആനപ്രാന്ത. ഒരു ക്ലാസ്സിന് വിളിച്ചിട്ട് വരുന്ന സമയത്ത് പൂരം കണ്ടു കഴിഞ്ഞാൽ അവര് പൂരത്തിന് പോവും. ആന അത്ര അധികം പ്രാന്ത അവർക്ക്. അങ്ങനെ ഒരാൾക്ക് വന്ന് സംസാരിക്കാൻ പറ്റുമോ? വരൂ മേഡം, വരൂ. ഒരാള് മാത്രമാണ് കൈ പൊക്കിയത്. വരൂ, ഒരു നല്ലൊരു കൈയടി. എല്ലാവരും കൂടി ഒരു നല്ലൊരു കൈയടി കൊടുക്കും മേഡത്തിന് അല്ലേ? മേഡത്തിന്റെ സ്വപ്നം JRC കൊണ്ട് എനിക്ക് 1 ലക്ഷം രൂപ വരുമാനം, സ്ഥിര വരുമാനം കിട്ടണം. ആറക്കമുള്ള ഒരു സ്ഥിര വരുമാനം. അടുത്തതായിട്ട് എനിക്ക് സ്വന്തം വീടുണ്ട്. എനിക്ക് വീടൊന്നും വേണ്ട, കുറച്ച് കടങ്ങളുണ്ട്. അത് വീട്ടിയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റണം. എന്നും സുന്ദരിയായി ആരോഗ്യവതിയായി പിന്നെ വണ്ടർ വേൾഡ് ക്യുക്ക് നല്ല രീതിയിൽ നടത്താൻ പറ്റണം. സുന്ദരി ആയിട്ട് നടക്കണം, ആരോഗ്യവതിയായിരിക്കണം. 1 ലക്ഷം രൂപ കിട്ടണം. വണ്ടർ വേൾഡ് ക്യുക്ക് വേണം. ഒരെണ്ണം കൂടി എഴുതിണ്ടായിരുന്നല്ലോ. വണ്ടി വേണ്ട, എനിക്കിഷ്ടല്ല. വണ്ടി ഇഷ്ടമല്ല. എനിക്ക് എല്ലാവരും സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. താങ്ക് യു മേഡം, താങ്ക് യു. പരിചയപ്പെടുത്തിയോ? ഞാൻ സുജ സുബ്രഹ്മണ്യൻ, തൃശ്ശൂര് നിഷ മാമിന്റെ പ്രവർത്തിക്കുന്നു. ഓക്കെ. ആർജവം കണ്ടോ അവരുടെ? എത്ര പേരുണ്ട് സാർ ഇവിടെ ഹാളില്? 300 പേരുണ്ട് ഇവിടെ. പക്ഷെ എന്തുകൊണ്ട് ആരും കൈപൊക്കാഞ്ഞ്? ഒരാൾ മാത്രം എന്തുകൊണ്ട് കൈപൊക്കി? ആ പേടിയും ആ മടിയുമാണ് സക്സസിലേക്കുള്ള പ്രയാണത്തിൽ നമ്മൾക്ക് തടസ്സം നൽകുന്നത്. ഹലോ, ഞാൻ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തു തോന്നും?
ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ? പലരും ചിരിക്കണൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ? അപ്പൊ വിചാരിക്കും ഈ പഹരി ഇതൊക്കെ എങ്ങനെ കണ്ടെത്തിയെന്ന് വിചാരിക്കും. 7.5 വർഷമായില്ലേ ആർസിമിന്റെ കൂടെ നിൽക്കുന്നത്? 7.5 വർഷമായിട്ട് ആർസിമിലുണ്ട്. അപ്പൊ ആ മടിയും പേടിയും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മാറ്റിയേ പറ്റൂ. നമ്മൾക്ക് ഡ്രീം ഉണ്ടാവണമെങ്കിൽ ആ ഡ്രീമിന്റെ ആദ്യത്തെ വാക്കായിട്ടുള്ള ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ. 50% ഓഫ് ഡിസിപ്ലിൻ നമ്മൾക്ക് ഉള്ളിൽ ഉണ്ടായിരിക്കണം. 50% ഓഫ് ഡിസിപ്ലിൻ. അടുത്ത ഡ്രീമിന്റെ 6 പറയുന്നു റൊട്ടീൻ. എന്താണ്? നമ്മളുടെ ദിനചര്യകൾ. കൺസിസ്റ്റൻസി. 25% ഓഫ് കൺസിസ്റ്റൻസി. നിരന്തരമായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഹലോ, ഡ്രീം DRE എഡ്യൂക്കേഷൻ. ആക്ഷൻ. എന്താണ് ആക്ഷൻ? 5% ഓഫ് സ്മാർട്ട് വർക്ക്, 5% ഓഫ് എന്താണ് സ്മാർട്ട് ആൻഡ് ഹാർഡ് വർക്ക്, 5%. പിന്നെ അടുത്തെന്താണ്? മാറ്റേണ്ടത് മെന്റാലിറ്റി, 15% ഓഫ് മെന്റാലിറ്റി. സാധാരണക്കാരനാണെന്നുള്ള ആ ചിന്താഗതിയെ നമ്മൾ ഇന്ന് ഈ വേദിയിൽ വെച്ച് ഇവിടെ വെച്ച് കളയും. ആരോ റെഡി? തയ്യാറാണോ? സാധാരണക്കാരാണോ നമ്മള്? ഇവിടെ വന്നിരിക്കണമെങ്കിൽ RCMന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ദൈവം തീരുമാനിക്കണം. ഭഗവാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ വേദിയിൽ ഇന്നിവിടെ വന്നിരിക്കാൻ കാരണം. ഹലോ, ഇതൊരു നിമിത്തമാണ്. ഇതൊരു ദൈവ ചൈതന്യമുള്ള ദൈവത്തിന്റെ ഒപ്പ് പതിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് RCM. അത് നമ്മുടെ കയ്യിൽ കിട്ടിയതിന് നമുക്ക് ആ ദൈവത്തിന് വേണ്ടി, ആ നമ്മളെ ഈ പ്രസ്ഥാനം പരിചയപ്പെടുത്തിയ ലീഡേഴ്സിന് വേണ്ടി നമുക്കൊരു നല്ലൊരു ഗൈഡ് കൊടുക്കാം. ഒരു പവർഫുൾ ഗൈഡ് എനിക്ക് ഈ സാധനം എനിക്ക് തന്നതിന്, ഇത്രയും മനോഹരമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ എനിക്ക് ഉപയോഗിക്കാൻ തന്നതിന്. വിപിൻ സാർ പറഞ്ഞു നമ്മുടെ ലാബുകൾ, ചെക്കിംഗ് ലാബുകൾ നമുക്ക് ബിൽവാരയിൽ കാണാൻ കഴിയും. പാക്കിംഗ് മെറ്റീരിയൽസ് പോലും എന്താണ് നമ്മുടെ ലാബുകളിൽ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ കയ്യിൽ കിട്ടുന്നത്. വേറെ എവിടെ കിട്ടും സുഹൃത്തുക്കളെ? എവിടെ കിട്ടും? നമ്മുടെ ഈ ഡ്രീമിനെ നമുക്ക് ഫുൾഫില്ല് ചെയ്യാൻ നമുക്ക് നമ്മുടെ ആരോഗ്യം കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഫലങ്ങളൊന്നുമില്ലേ? ജോലി തുടരുക. നിങ്ങൾക്ക് മോശം ഫലങ്ങളാണോ? ജോലി തുടരുക. നിങ്ങൾക്ക് നല്ല ഫലങ്ങളാണോ? ജോലി തുടരുക. കൺസിസ്റ്റൻസി ഈസ് ദ കീ ഓഫ് സക്സസ്. തുടർച്ചയാണ്, നിരന്തരമായിട്ട് ചെയ്യണം. നിരന്തരമായിട്ട്. എമറാൾഡ് എന്നുള്ള വാക്കുകൾ എഴുതി എന്നിട്ട് ഞാനൊരു ചുമരുമൽ ഒട്ടിച്ചു വെച്ചു. എന്നും ഞാൻ അതിനെ നോക്കും. എന്നും ഞാൻ അതിനെ നോക്കും. എഴുതി ചുമരുമൽ ഒട്ടിക്കാൻ പറ്റുമോ? ഒട്ടിക്കോ? എത്രയും പെട്ടെന്ന് മാഡം പറഞ്ഞതുപോലെ 1 ലക്ഷമെങ്കിലും വരുമാനം മേടിക്കുന്ന ആളായിട്ട് നമുക്ക് മാറണം. കാരണം സാമ്പത്തിക ആ വിദഗ്ധര് പറഞ്ഞിരിക്കുന്നത് 1920കളിൽ 1 രൂപ മതിയായിരുന്നു ജീവിക്കാൻ ഒരു സാധാരണ കുടുംബത്തിന്. 1940കളിൽ 10 രൂപ വേണ്ടി വന്നു. 1960കളിൽ 100 രൂപയും 1980കളിൽ 1000 രൂപയും 2000-ൽ 10,000 രൂപയും. ആ 2020കൾ കാലഘട്ടങ്ങളിൽ 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. ശമ്പളം എന്ന് പറയുന്നത് ഒരു മയക്കുമരുന്നാണ് സുഹൃത്തുക്കൾ. ശമ്പളം എന്ന് പറയുന്നത് ഒരു മയക്കുമരുന്നാണ്. നമ്മുടെ വലിയ സ്വപ്നങ്ങളെ ഇല്ലാണ്ടാക്കുന്ന ഒരു തരം ലഹരി. ഹലോ, നമ്മളെ വലിയ സ്വപ്നങ്ങളെ ഇല്ലാണ്ടാക്കുന്ന ഒരു ലഹരിയാണ് ശമ്പളക്കാരൻ എന്ന് പറയുന്നത്. ഈ ചിരട്ട പറക്കിയിരുന്ന മരുന്ന് കൈയൊന്നും അടിച്ചാലൊന്നും RCMൽ ജയിക്കാൻ പറ്റില്ല. ഈ കൊപ്പരകളത്തിലൊക്കെ ചിരട്ട പറക്കിയിട്ടുണ്ട് സാറ്. 4-5 ചിരട്ട എന്നൊക്കെ പറഞ്ഞിട്ട് വീട്. അങ്ങനെ ലാട്ടേക്കുമ്പോ അങ്ങോട്ട് കൈയടിച്ച് അങ്ങോട്ട് പൊട്ടിക്കണം. കൈയടിച്ച് പൊട്ടിക്കണം. ആ പവർ ഉണ്ടല്ലോ, ആ ഒരു എനർജി അതുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് ഉണ്ടോ? ഈ സ്വപ്നങ്ങള് നമ്മുടെ സ്വപ്നങ്ങൾ കണ്ടിട്ട് വേണം നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളുടെ സ്വപ്നങ്ങൾ അവര് നെയ്യാൻ. നമുക്ക് എനർജി ഇല്ലെങ്കിലോ, നമുക്കൊരു പവർ ഇല്ലെങ്കിലോ? എപ്പോഴും എന്തൂസിയാസം എന്നൊക്കെ പറഞ്ഞില്ല. എന്താ എന്തൂസിയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ
എനർജി, അത്യുത്സാഹം, കണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയാ ചെന്താമര വിടർന്ന മാതിരി ഇങ്ങനെ നിൽക്കണം, പവറോട് കൂടി അല്ലേ. പ്രശ്നങ്ങളിലൊന്നും പരിഭവിക്കരുത്. എന്റെ അമ്പലക്കുളത്തില്, അവിടെ ഒരു തിരുമംഗലം ശിവക്ഷേത്രത്തിന്റെ അമ്പലക്കുളത്തില് ഒരു നിറച്ച് താമര വിരിഞ്ഞു നിൽക്കും. പക്ഷെ ആ താമര പൊട്ടിക്കാനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു താമരയുടെ വള്ളിയില്ലേ, എന്താണ് ആമ്പലിന്റെ വള്ളി, ആ വള്ളി ഉണ്ട്. പക്ഷെ അത് നിസ്സാര വള്ളിയല്ല, അത് നിറച്ച് മുള്ളുള്ള താമരയാണ്. പക്ഷെ തിരുമേനി പറയും താമര പൊട്ടിച്ചു തരണം. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താമരയുടെ അടുത്ത് ചെന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ കുറെ നേരം കൈകൊണ്ട് ഇങ്ങനെ വെള്ളത്തെ അങ്ങോട്ട് തള്ളി വിടും. അപ്പൊ ഈ ആമ്പലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് ഈ താമര പൊട്ടിച്ച് ആർക്ക് കൊടുക്കും? തിരുമേനിക്ക് കൊടുക്കും. പക്ഷെ എനിക്കൊരു കാര്യം പറയാം. എന്ത് പറയാം? തിരുമേനി, ആ ആമ്പലിൽ നിറച്ച് മുള്ളുണ്ട്, അതുകൊണ്ട് അത് പൊട്ടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാം, അല്ലെ? ആർസിമിൽ അങ്ങനെ തന്നെയാണ് സാറേ. ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല, അല്ലേ? ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ആരും ജോയിൻ ചെയ്യുന്നില്ല. ക്ലാസ്സിന് പങ്കെടുക്കാൻ പറഞ്ഞിട്ട് ഒരെണ്ണം വരുന്നില്ല. ട്രെയിനിങ് നടത്തുന്നുണ്ട്, ഒരൊറ്റെണ്ണം വരുന്നില്ല. ഇതൊരു ആഗോള പ്രശ്നമാണ്. തൃശ്ശൂരിലുണ്ട് പ്രശ്നം. അതെ, ആഗോള പ്രശ്നമാണ്, വലിയൊരു പ്രശ്നമാണ്. പക്ഷേ കഴിവുള്ളവൻ എന്താ ചെയ്യാ? സ്വപ്നങ്ങൾ ഇങ്ങനെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നവൻ, എനിക്ക് വണ്ടി മേടിക്കണം, എനിക്ക് 1 ലക്ഷം രൂപ വരുമാനം മിനിമം എത്രയും പെട്ടെന്ന് ആ 2026 ഈ 1 ലക്ഷം രൂപ വരുമാനം മേടിക്കണം, അങ്ങനെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ആളുകളെ കൊണ്ടുവരാനുള്ള അറിവ് മാത്രമല്ല കഴിവും നേടിയിരിക്കും. കഴിവ് നേടലാണ് ഏറ്റവും പ്രധാനം. എന്ത് പറയണം എന്നുള്ളത് അറിവും, എങ്ങനെ പറയണം, എപ്പോൾ പറയണം എന്നുള്ളത് കഴിവുമാണ്. ഹലോ, ആ കഴിവാണ് നമ്മൾ ആർജിക്കേണ്ടത്. ജോയിൻ ചെയ്യാൻ അടുത്ത മാസം ജോയിൻ ചെയ്യും എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ മാസം, ഇപ്പോൾ നാളെ തന്നെ ജോയിൻ ചെയ്യാൻ എടുക്കുന്നതാണ് കഴിവ്. കഴിവ്. എന്റെ വീടിന്റെ അടുത്താണ് MA യൂസഫലിക്കാരുടെ വീട്. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാനുള്ള കഴിവ് എനിക്ക് കഴിവായിട്ടില്ല. അപ്പൊ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ ജോയിൻ ചെയ്യാനോ, പ്രോഗ്രാമിനെ കൊണ്ടുവരാനോ, മീറ്റിങ്ങിനെ കൊണ്ടുവരാനോ, വലിയ വലിയ മീറ്റിങ്ങുകൾക്ക് കൊണ്ടുപോകാനോ, ട്രെയിനിങ്ങിനെ കൊണ്ടുപോകാനോ നമ്മൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മൾക്ക് അതിനുള്ള കഴിവായിട്ടില്ല. ആ കഴിവ് നേടണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യണം? പ്രോഗ്രാമുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പ്രോഗ്രാമിനെ വിളിക്കുമ്പോഴാണ് കടവയറ്റിൽ തലവേദന, അല്ലേ? ഭയങ്കര ഞങ്ങളവിടെയും ഭയങ്കര പ്രശ്നമുണ്ട്. പക്ഷെ കത്തിജ്വലിക്കുന്ന ആഗ്രഹമുള്ള ഒരാൾക്കാണെങ്കിലോ ഒരു പ്രോഗ്രാമിന് പോകുന്നതും ഒരു വിഷയമല്ല. എത്രയോ ദൂരത്ത് നിന്ന് ഇവിടെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇല്ലേ? ശരിയല്ലേ? നിങ്ങൾ തയ്യാറാണോ? ആ എമറാൾഡ് എന്നുള്ളത് എഴുതി വെച്ചുകൊണ്ട് എല്ലാ ദിവസവും ചെന്ന് നോക്കണം. നോക്കോ? നോക്കിക്കഴിഞ്ഞ് ഞാൻ വീട്ടിൽ എഴുതി വെച്ചു, എമറാൾഡ് എന്ന് എഴുതി വെച്ചു. എന്നിട്ട് എനിക്ക് വരുമ്പോ നോക്കും, എന്നിട്ട് പറയും നിന്നെയാണ് എനിക്ക് സ്വന്തമാക്കേണ്ടത് എന്നും പറയും. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോ ഇതിന്റെ അടുത്ത് പോലും എത്തണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് വെറുതെ എഴുതി വെച്ചത്. അങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞ് പറഞ്ഞ് നിന്നെ എനിക്ക് നേടണം എന്ന് പറഞ്ഞ് ഇന്നെന്തായി? 1 ലക്ഷം രൂപ ലോൺ ചോദിച്ചിട്ട് തരാത്ത സ്ഥലത്ത് 40 ലക്ഷം രൂപ ബാങ്കുകാർ എനിക്ക് ലോൺ തന്നു. 40 ലക്ഷം രൂപ. നമ്മളത് മനസ്സിലാക്കും സുഹൃത്തുക്കളെ, മനസ്സിലായ? നമ്മുടെ സ്വപ്നങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെ കൊണ്ട് നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ട് നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങൾ നേടാൻ കഴിയില്ല. എഴുതി വെച്ചോളൂ, പുസ്തകത്തിൽ എഴുതി വെച്ചോളൂ. അത് കഴിയില്ല, നടക്കില്ല. കാരണം എക്സ്പെൻസീവ് ആണ് എല്ലാ കാര്യത്തിനും, അല്ലെ? ചെലവ് കൂടുതലാണ്. എന്താ നമ്മളത് മനസ്സിലാക്കാത്ത? ആ ജീവിച്ചു പോകുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല പോണ്ടത്. നമ്മുടെ ചെലവ് കൂടുകയും വരുമാനം കുറയുകയും ചെലവ് കൂടുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹലോ, നിങ്ങൾ ഇവിടെ തന്നെയാണോ? ഞാൻ ക്ലാസ് എടുക്കാൻ വന്നൊരു മാഷൊന്നുമല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇങ്ങനെ ബലം പിടിച്ചിരിക്കൊന്നും വേണ്ട. എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കയ്യൊക്കെ ഒന്ന് കൊടുത്ത് ഹലോ JRCM പറഞ്ഞു ഒന്ന്. എല്ലാവരും ഒന്ന് JRCM പറയും. JRCM പറയൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഷെയ്ക്കൻഡ് ഒക്കെ കൊടുക്കും. JRCM.
ജീനിയോസിയൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ഇങ്ങനെ എന്താ പറയാ, ആ ഓടാൻ നിൽക്കുന്ന കുതിരയെ പോലെ ഇങ്ങനെ പവറായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ നമ്മുടെ കൂടെ ഈ പവർ കണ്ടിട്ടാണ് ആളുകൾ നമ്മുടെ കൂടെ വരുന്നത്. അവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലാണ് ആരാ ഉണ്ടാക്കിയെടുക്കേണ്ടത്? നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ചിലരൊക്കെ വിചാരിക്കേണ്ടത് അവന്റെ ബീസൈഡിൽ ചെന്ന് പെട്ടത് കാരണം, അല്ലെങ്കിൽ ഒക്കെ ഞാൻ രക്ഷപ്പെട്ടു പോയത് എന്ന് പറയുന്ന ആളുകളുണ്ട്. മനസ്സിലായോ? അപ്പോ എന്ത് ചെയ്യണം? സീ യുവർ ഗോൾ. ആ സ്വപ്നങ്ങളെ ഒന്നും കൂടി നിങ്ങൾ വീട്ടിൽ പോയിട്ട് അപ്ഡേഷൻ ചെയ്യണം. എഴുതി വെക്കോ. ഭാര്യയും ഭർത്താവും ആ കുഞ്ഞു മക്കളും നമ്മുടെ കൂടെ ഇരിക്കുമ്പോ ഇതാണ് മക്കളെ നമ്മുടെ സ്വപ്നങ്ങളെന്ന് എഴുതി വെക്കാൻ കഴിയും. എഴുതി വെക്കോ. തയ്യാറാണോ? ഞാൻ പറഞ്ഞതുകൊണ്ടാണോ എഴുതുന്നത്? ഹലോ, ആ ഒരു ഷൈൻ ബാബു എന്ന് പറഞ്ഞിട്ട് ഒരാള് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ലീഡർ, എമറാൾഡാ. അദ്ദേഹം പറഞ്ഞു സ്വപ്നങ്ങൾ എഴുതി വെക്കാൻ. അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എഴുതണം. ഉറപ്പ് പറയാൻ പറ്റോ? കൈയടിച്ച് പാസ്സാക്കിയാൽ ഒന്നാമത്തെ പോയിന്റിന് കൈയടിച്ച് പാസ്സാക്കാം. ചില ആളുകൾക്കൊന്നും അത് ബാധകമല്ല തോന്നുന്നു. ഓക്കെ, സീ യുവർ ഗോൾ. ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. വണ്ടിക്ക് ഇന്ധനം പോലെ നമ്മുടെ സ്വപ്നങ്ങളാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം. വേറൊന്നുമില്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ സ്വപ്നങ്ങൾ എത്ര പവർ ഉണ്ടോ, ആ സ്വപ്നത്തിന് എത്ര ജീവനുണ്ടോ, അതിനായിട്ട് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ, അതിനായിട്ട് എത്ര പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, അതാണ് വിജയം. അതുകൊണ്ടാണ് അവിടെയാണ് വിജയം വരുള്ളൂ. വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. വെറുതെ എമറാൾഡ് എഴുതി വെച്ചിട്ട് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, അല്ലേ? അതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരും. അപ്പൊ വിജയം നമ്മൾ തീരുമാനിച്ചു, അല്ലേ? ഏതിലേക്ക് എത്തേണ്ടത്? ഇന്ന സ്വപ്നങ്ങൾക്ക്. ഓരോരുത്തരുടെ സ്വപ്നങ്ങളും വ്യത്യസ്തമാണ്. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അടുത്ത യു പറയുന്നു, അണ്ടർസ്റ്റാൻഡ് ദ ഒബ്സ്റ്റാക്കിൾസ്. അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. അതിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് നേരിടാൻ ഇടവരും. തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അല്ലേ? എമറാൾഡ് ആവേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യോ? തടസ്സങ്ങളാണ്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. സാറേ, ഞാൻ ബോർഡൊന്ന് യൂസ് ചെയ്യട്ടെ. ഓക്കെ, ഇതൊന്ന് കുറച്ചൊന്ന്. എമറാൾഡ് ആവാനുള്ള ഒരു സൂത്രവാക്യാണ് ഞാൻ പറയുന്നത്. അത് കേട്ടിട്ട് ആർക്കും ഒരു സന്തോഷമില്ലാത്ത മാതിരി ഇരിക്കുന്നു, ഒരു സ്നേഹമില്ലാത്ത മാതിരി. അങ്ങനെയാണോ സാറേ? അല്ലല്ലോ, സ്നേഹമൊക്കെ ഉണ്ട്. ആ, ഇത് കണ്ടോളേ. ഓക്കെ, അപ്പോ അണ്ടർസ്റ്റാൻഡ് യുവർ ഒബ്സ്റ്റാക്കിൾസ്. തടസ്സങ്ങളാണ് പിന്നെ നമ്മുടെ മുന്നിൽ വരും. എന്തൊക്കെ തടസ്സങ്ങൾ വരും നമുക്ക് നോക്കാം. മാഡത്തിന്റെ വിവാഹം കഴിഞ്ഞ അല്ലെ? എത്ര പേരെ വിളിച്ചു കല്യാണത്തിനൊക്കെ? ഓർമ്മയില്ല, അല്ലേ? ചുരുങ്ങിയത് ഒരു 500 പേരെ വിളിച്ചിട്ടുണ്ടാവും, അല്ലെ? 500 പേരെ വിളിച്ചിട്ടുണ്ടാവും, അല്ലെ? 100 പേരെ നമുക്ക് ഇപ്പൊ അറിയോ? ഏകദേശം അതിലുള്ള 100 പേരെ നമുക്ക് അറിയോ? അല്ലെങ്കിൽ ഇപ്പൊ നിലനിൽക്കലൊരു 100 പേരെ നമുക്ക് അറിയില്ലേ? ഇനി അതിലും വേണമെങ്കിൽ ഒരു 30 പേരെങ്കിലും നമുക്ക് അറിയോ? ഇപ്പൊ ഈ ലോകത്ത് 30 പേരെ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് വിട്ടുപോയി. വേണ്ട, ഇനി ക്ലാസ് വേണ്ട. 30 പേരെങ്കിലും നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ഈ ലോകത്ത് നമ്മൾ എന്ത് പോസിറ്റീവ് ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത് അറിയോ? 30 പേരെങ്കിലും ഈ ലോകത്തുള്ള ആളുകൾ അറിയോ? കൈയടിച്ച് പാസ്സാക്കിയാലോ? 30 പേരെങ്കിലും എനിക്കറിയാം. അറിയില്ലേ സാറേ? അറിയാം, 30 പേരെ അറിയാം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, 30 പേരെ നമുക്കറിയാം. നിങ്ങൾ ഈ 30 പേരെയും എന്ത് ചെയ്യുക? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന ക്രമത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് എഴുതി വെക്കും. ഇപ്പൊ എഴുതാൻ പറ്റും? അറിയാവുന്ന ഒരു 5 പേരുടെ ലിസ്റ്റ് ആ ഒരു പേപ്പറിൽ എഴുതാൻ പറ്റും. 5 പേരുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ എഴുതും. വെറുതെ എഴുതും. ഓർക്കും, ഇത് വീട്ടിൽ നിന്ന് ചെയ്യാത്തതാണത്. അതുകൊണ്ട് അവിടെ വെച്ച് പറയണേ, അല്ലേ? 10 പേരെ ലിസ്റ്റ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും തയ്യാറല്ല. എന്നോട് ലീഡർ പറഞ്ഞു 10 പേരെ ലിസ്റ്റ് ഇടാൻ പറഞ്ഞു. ഞാനെന്ത് ചെയ്തു? എനിക്കറിയാവുന്ന ഒരു 10 പേരെ ലിസ്റ്റ് ഇട്ടു. എന്നിട്ട് അവരെ കാണാൻ പോകാൻ വേണ്ടി അപ്പൊ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഈ 10 പേരെ കാണാൻ പോകാനുള്ള അറിയൊന്നുമില്ല. അപ്പൊ പറഞ്ഞു, ഞാൻ വരാടോ, ഞാൻ എന്തായാലും 2 കൊല്ലമായിട്ട് RCBയിലുള്ളതല്ലേ, അപ്പൊ എനിക്കറിയാം പറഞ്ഞു കൊടുക്കാനായിട്ട്. നിങ്ങൾ ചെയ്യേണ്ടത് 10 പേരെ ലിസ്റ്റ് ഇടൂ, ഞാൻ വരാൻ കൂടെ. അറിയില്ലേ മേഡം? അറിയില്ലേ? 30 പേരെ അറിയോ? 5 പേരെ ലിസ്റ്റ് ഇട്ടോ? എഴുതിയോ? ആ, എഴുതു. സുഷമ്മ, ആ കുഞ്ഞമ്മ, ചേടത്തി, എഴുത്. രേഖ, അവരൊക്കെ പേരെഴുതും. ഇതാ നമ്മൾ ചെയ്യാത്ത. സ്വപ്നങ്ങളുണ്ട്. എന്തില്ല? ആക്ഷൻ ഇല്ല. ഈ ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണ്ടേ? ഹലോ, ബുദ്ധിമുട്ടായില്ലേ?
ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടാവരുത്. ഈ ജന്മത്തിൽ തന്നെ നമുക്ക് എന്താവണം? വിജയിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞ് കൈ പൊക്കിയത് കൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കുമായിട്ട് ഇങ്ങോട്ട് വന്നത്. അല്ല, നിങ്ങളല്ല കൈ പൊക്കിയത്, ഇവിടെ ആൾക്കാർ എല്ലാവരും കൈ പൊക്കി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് വെറുതെ പറഞ്ഞു പോയാൽ മതി. മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്തത്? 30 പേരെ ലിസ്റ്റ് ഇട്ടോ, 30 പേരിൽ ഒരു 5 പേരെ ലിസ്റ്റ്, അറിയാവുന്ന ആളുകളുടെ പേര്. ഇപ്പൊ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും, ഓ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടാ, ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടാ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി ഏകദേശം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 2000 രൂപയ്ക്കല്ലേ ജോയിൻ ചെയ്യുക, അല്ലെ? എത്ര PV ഉണ്ടാവും? 1000 PV ഉണ്ടാവും, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ 30 പേര് 1000 PV നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എത്ര PV ഉണ്ടാവും? 30,000 PV ഉണ്ടാവും. 30,000 PV ഉണ്ടെങ്കിൽ നമ്മൾ ഏതാ ചീറാവും? ബിഗിനർ, അല്ലെ? 30,000 ഉണ്ടെങ്കിൽ ബിഗിനർ ആവും. എത്ര രൂപ കിട്ടും? എത്ര രൂപ കിട്ടും? 1000 രൂപ കിട്ടും. 1000 രൂപ കൊണ്ട് നമുക്ക് എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാലോ? ഇല്ല. അടുത്തതാണ് പണി, അടുത്ത സ്റ്റെപ്പ്. ഹലോ, തയ്യാറാണോ? ഞാൻ പരീക്ഷിച്ചതാണ് ഇതൊക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വ്യക്തിനെ നമ്മുടെ 30 പേരിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിനെ ചെന്ന് കണ്ടിട്ട് ഇവരുടെ 30 പേരെ നമുക്ക് എടുക്കും. ആ 30 പേരിൽ എഴുതിയിട്ടുള്ള ആളുകളെ 30 പേരിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും നമുക്ക് എന്തെടുക്കണം? 30 പേരെ എടുക്കണം. ഹലോ, അയ്യോ, അല്ലേ? നോക്കൂ, അണ്ടർസ്റ്റാൻഡ് യുവർ ഒബ്സ്റ്റാക്കിൾസ്. തടസ്സങ്ങളെ ഇത് തടസ്സമാണ്, ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പക്ഷെ എല്ലാവർക്കും വിജയിക്കുകയും വേണം. നമ്മൾ നോക്കൂ, ഈ 30 പേര് ഇവരുടെ അടുത്ത് പോവാ, ഇവരുടെ 30 പേരെടുക്കുക, ഇവരുടെ 30 പേര്, അങ്ങനെ എല്ലാവരുടെയും 30 പേര് നമ്മൾ എടുക്കുകയാണെങ്കിൽ 30 പേർ ചേർന്ന് 30 പേരെ കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ എത്ര പേര് വരും? 900 പേര് വരും. 900 പേരെ നമ്മളെ കമ്പനി ആ ഒരു പറയുന്ന ഡയമണ്ട് ക്ലബിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5000 PV ചെയ്ത് അവരുടെ വീട്ടിലൊക്കെ ഹോം ഷോപ്പിന്റെ ഒക്കെ പരിപാടികളൊക്കെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 45 ലക്ഷം PV ഇവിടെ വരും. ഒരു വ്യക്തി എ സൈഡും ബി സൈഡും ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ 23 ലക്ഷവും ഇവിടെ 22 ലക്ഷവും വന്നു കഴിഞ്ഞാൽ അവരെ പറയുന്ന പേരാണ് എന്ത്? എമറാൾഡ്. ഒന്ന് നീട്ടി പറയൂ, എമറാൾഡ്. സിമ്പിൾ ലിറ്റിൽ സ്റ്റാർ. സിമ്പിൾ. എമറാൾഡ് ആവുന്നത് സിമ്പിൾ. ഇത് വലിയ കീറാമുട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹലോ, എന്തോ കീറാമുട്ടി പറഞ്ഞതുപോലെ ഇരിക്കുന്നുണ്ടോ? കീറാമുട്ടിയാണോ അതൊക്കെ? ഇത് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണോ? ഒരു 30 പേരെ ലിസ്റ്റ് ഇടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടാ. അണ്ടർസ്റ്റാൻഡ് യുവർ ഒബ്സ്റ്റാക്കിൾസ്. തടസ്സങ്ങളാണ്, പലരും ചെയ്യുന്നുമില്ല. ചെയ്യോ? ഇനി കൈയടിച്ച് പാസ്സാക്കിയാലോ? കയ്യടിയിലൊരു പവർ ഇല്ലാത്തമായി തോന്നുന്നു. ഹലോ, ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താലോ? Are you ready? റെഡി ആവണം. എപ്പോഴും പവറോട് കൂടി നമ്മൾ നിൽക്കണം. ഞാൻ ഈ 30 പേരെ ഞാൻ കൊണ്ടുവന്നിരിക്കും. ആ 30 പേരെയും എനിക്ക് അറിവില്ലെങ്കിൽ ഞാൻ എന്റെ ലീഡറെ വിളിച്ച് ഞാൻ അവരെ കണ്ട് അവരിലുള്ള 30 പേരെ ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കും. തീരുമാനം എടുക്കാൻ പറ്റോ? ഉറച്ച തീരുമാനം എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ വേണുഗോപാൽ സാറിനോട് പറഞ്ഞത്, ഈ വാതിലുകൾ ബന്ദ് കരോ സർ, ദർവാജ ബന്ദ് കരോ. ഒരാളും ഇന്ന് 8 മണി കഴിയാതെ പോവില്ല. വേണുഗോപാൽ സാർ എന്നെ ഓടിപ്പിക്കുന്നുണ്ട് അല്ലേ? വളരെ സ്ട്രിക്റ്റാ. ചിരിക്കാണ്. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. മുത്തുകുടയും കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാര് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഓടേണ്ടി വരും തൃശ്ശൂർക്ക്. പക്ഷെ എനിക്കറിയാം നിങ്ങളെല്ലാവരും വിജയിക്കാൻ ആഗ്രഹിക്കുന്ന പവർഫുൾ ലീഡേഴ്സ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ വിജയങ്ങൾക്ക് കാരണമാകും. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിതൊക്കെ മാറ്റി വെക്കുക, എന്നാ നാളെ ചെയ്യാം. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ പോവാ അവന്റെ അടുത്ത്.
എന്നും വണ്ടിയായിട്ട് ഇറങ്ങുമ്പോ ഞാൻ അവനെ കാണാം. അപ്പൊ പിന്നീട് അവൻ പിന്നെ എന്തായാലും പോവില്ലല്ലോ. ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു, തീരുമാനം എടുത്തു, ഉറപ്പിച്ചു, എന്നിട്ട് ഇവന്റെ അടുത്തേക്ക് പോവാ. അപ്പൊ റോഡ് സൈഡിൽ ഇവൻ നിൽക്കണു. അപ്പൊ ഞാൻ വിചാരിച്ചു ഭാഗ്യം. ഞാൻ അവനോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനൊരു പ്രസ്ഥാനമുണ്ട്, നല്ല പ്രസ്ഥാനമാണ്. നീ ഏത് പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് പറയണേ? RCM. അയ്യോ, ഞാൻ ഇന്നലെ തൃപ്രയാറിൽ പോയി, ആ പ്രബലേന്ദ്രൻ സാറിന്റെ കടയിൽ പോയപ്പോ വില കുറവിനൊക്കെ സാധനങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ പിടിച്ച് ജോയിൻ ചെയ്യിപ്പിച്ചു. എന്ന് ഇന്നലെ. അയ്യോ, എന്ത് തെറ്റ് ചെയ്തേ? ഞാൻ നീട്ടി വെച്ചു. അതിനെന്തെന്ന് പറയാ? നീട്ടി വെക്കൽ പ്രോ. അതൊന്നും എനിക്ക് പറയാനറിയില്ല. പക്ഷെ എന്നാലും ഞാൻ എമറാൾഡാണ്. സിമ്പിൾ സ്റ്റാർ, സിമ്പിൾ. ആളുകൾ വിചാരിച്ചിരിക്കുന്നത് വലിയ കാര്യങ്ങളാണെന്നാ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനൊരു ഓട്ടോറിക്ഷക്കാരൻ എമറാൾഡ് ആവുമോ? ആവില്ല അല്ലേ? ആവും എന്ന് പറയുന്ന എത്ര പേരുണ്ട്? എനിക്ക് വിജയിക്കാൻ കഴിയും, ഞാൻ എമറാൾഡും സ്റ്റാർ എമറാൾഡും റൂബിയും സ്റ്റാർ റൂബിയും ഒക്കെ ആവും അല്ലേ? ആവും സാർ, ആവും, ആയിരിക്കും. ഞാൻ പറയുന്നു, ഈ വേദി മൊത്തം ടെക്നിക്കൽ അച്ചീവർമാർ മാത്രമായിട്ട് ടെക്നിക്കൽ അച്ചീവേഴ്സ് ഓൺലി ഈ നളന്ദ അല്ലേ? കേസരി ഭവനിൽ നടക്കും. നളന്തയിലാണ് നമ്മുടെ മറ്റേ സ്റ്റാർ ഡയമണ്ട് ഒരു ലീഡർ വന്നത്. അന്ന് അദ്ദേഹത്തിന് ആ കോട്ടൂരിലൊക്കെ കണ്ടപ്പോ അന്ന് തീരുമാനം എടുത്തു 30 പേരെ ലിസ്റ്റ് ഇടും. ഇന്ന് പോയിട്ട് ലിസ്റ്റ് ഇടും. എത്ര പേര് ലിസ്റ്റ് ഇടും? എന്നാലും ഒരു 30 പേരെ ലിസ്റ്റ് ഇടാൻ ഒരു മടി ഉണ്ടാവണ്ട. ആ മടിയും പേടിയും നമ്മുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇത് സിമ്പിൾ അല്ലേ മേഡം? ശരിയല്ലേ? ആളുകളെ ലിസ്റ്റ് ഇടാന്ന് പറഞ്ഞു. ഈ എമറാൾഡ് ആയ ഒരു വ്യക്തി എന്താണ് ചെയ്തതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്രയും ചെയ്തുള്ളൂ. മറ്റേ പടത്തിൽ പറഞ്ഞ മാതിരി ഞാനൊരു വന്നു, ഒരു കല്ലുണ്ടായിരുന്നു, അതിനെടുത്തിട്ട് അവനെ പിടിച്ചിരുന്നു, അവര് വീക്കി, പിന്നെ ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു, അത് അവന്റെ തലയിലേക്ക് എടുത്തു, അടിച്ചു, അവന് തല പൊട്ടി. ഞാൻ ഇത്രയും ഞാൻ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞത് അല്ലേ? അതേപോലെ ഇത്രയെങ്കിലും നമ്മൾ ചെയ്യാൻ മെന്റാലിറ്റി മാറ്റേണ്ടത് എത്ര പെർസെന്റേജ് ആണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? 50 ഇല്ല. നിങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല. 15. നല്ലൊരു ഗൈഡ് കൊടുക്കൂ പ്ലീസ്. 15% ഓഫ് എന്താണ് മെന്റാലിറ്റി. നമ്മുടെ ആ ചേഞ്ച്, നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റണം. സാധാരണ ചിന്താഗതി ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ഞാൻ സാധാരണക്കാരനാണ്, എനിക്ക് വിജയിക്കാൻ പറ്റില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പണ്ടൊരു മാർക്കറ്റിംഗ് പ്ലാൻ പറയാൻ പറഞ്ഞിട്ട് 3 ദിവസം മുമ്പ് രാജൻ സാർ വിളിച്ച് പറഞ്ഞു, കറുവറ്റില് മാർക്കറ്റിംഗ് പ്ലാൻ പറയുന്നത് ഷൈൻ ബാബു ആണ്. 3 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഭാര്യ വെച്ച് നിങ്ങൾക്ക് വല്ല ഭ്രാന്തായി? നിങ്ങൾക്കൊന്നും അറിയിക്കൂടെ? മറ്റന്നാള് മാർക്കറ്റിംഗ് പ്ലാൻ പറയുന്നത് ഞാൻ പേടിച്ചിട്ടാണോ എന്നൊക്കെ നിന്നിരുന്നത്. ഇന്നിപ്പോ ഏത് വേദിയിലും ചെന്ന് സംസാരിക്കാൻ ഒരു പേടിയുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ? അവിടെ ഒരു ചെറിയൊരു ശബ്ദത്തിനൊരു ഇടർച്ച ഞാൻ കേട്ടു. ഈ വേദിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സംസാരിക്കാൻ പറ്റില്ലേ? പറ്റോ? അവരവരുടെ പേര് പറയാലോ, ചെയ്തിരുന്ന ജോലി പറയാലോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് പെട്ടെന്ന് വന്നു ഓടിപ്പോയി. പക്ഷെ അവരൊക്കെ മണിക്കൂറുകളോളം ക്ലാസ് എടുക്കുന്ന ലീഡേഴ്സ് ആയിട്ട് മാറും. തീർച്ച. കാരണം പ്രസ്ഥാനം വേറെയാണ്. എന്താണ് ഇത്? RCM പ്രസ്ഥാനമാണ്. പ്രൊഡക്റ്റ് ഈസ് നോട്ട് പ്രൊഡക്റ്റ്, ആക്ച്വൽ പ്രൊഡക്റ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി. എന്താണ്? ഓപ്പർച്യൂണിറ്റിയാണ്, അവസരം. ദ പ്രോബ്ലം ഈസ് നോട്ട് പ്രോബ്ലം, ദ റിയൽ പ്രോബ്ലം ഈസ് ആറ്റിറ്റ്യൂഡ് അബൌട്ട് ദ പ്രോബ്ലം. മെന്റാലിറ്റിയെ ചേഞ്ച് ചെയ്യുകയാണ് നമ്മൾക്ക് ഏറ്റവും അധികം വേണ്ടത്. ചിന്താഗതികളെ മാറ്റുക, വിജയിച്ചിരിക്കുമെന്ന് ഉറച്ച തീരുമാനമെടുക്കുക. തീരുമാനമെടുക്കാൻ പറ്റുമോ? വിജയിക്കുമെന്ന് ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയുന്ന ആളുകൾ മാത്രം ഒരു കൈ അടിച്ച് ഞാൻ വിജയിച്ചിരിക്കും, ഒരു മാറ്റമൊന്നുമില്ല, ഈ ജന്മത്തിൽ തന്നെ ഞാൻ കാറ് മേടിച്ചിരിക്കും, വീട് മേടിച്ചിരിക്കും, സമ്പന്നതയിൽ ഞാൻ ജീവിച്ചിരിക്കും എന്ന് ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് ഇന്ന് ഈ വേദി വിട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ. ആരോ റെഡി? അവരായിരിക്കണം. അവർ
വടക്കാഞ്ചേരിയിലത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ചോറ് തിന്നുമ്പോ 2-3 ലേഡീസ് വന്നിട്ട് എന്നെ തൊട്ട് നോക്കി. പഹര തൊട്ട് കഴിഞ്ഞ് ഷോക്ക് അടിക്കുമെന്ന് അറിയാം. ഷോക്ക് അടിക്കും ചിലപ്പോ. കാരണം എന്താണ്, 10,000-7,000 പേരെ നോക്കുന്ന ഒരു ലീഡറാണ് ഞാൻ. 7,000 പേരെ. ചെറിയ ട്രാൻസ്ഫോമർ ആയാൽ പോരാ, ചെറിയ പവർ ഉണ്ടായാൽ പോരാ. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ നടത്തത്തിലും ഭാവത്തിലും സംസാരത്തിലും ഇന്നു മുതൽ നമ്മളൊരു വ്യത്യാസം നമ്മൾ കൊണ്ടുവരണം. ഞാൻ ഈ ലോകത്തില് ജനിച്ചത് എന്തോ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കും. മനസ്സിലായോ? അനേകം ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങള് അല്ലേ? അതേപോലെ തന്നെ ആ തടസ്സങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്തായി മാറി? ഇത് ഇവരോട് ചെന്ന് പറയാൻ ബുദ്ധിമുട്ടാ. 30 പേരെ ലിസ്റ്റ് ഇടാൻ ബുദ്ധിമുട്ടാ. ഈ 30 പേരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ 30 പേരിൽ നിന്ന് 30 പേരെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അണ്ടർസ്റ്റാൻഡ് യുവർ ഒബ്സ്റ്റാക്കിൾസ്. തടസ്സങ്ങൾ, പല തടസ്സങ്ങളും നമുക്ക് വരും പിന്നീട്. അപ്പൊ നമുക്ക് ഒന്നും വെറുതെ ആവശ്യമില്ലാതെ ചെയ്തു പോയ കാര്യങ്ങളാ. ലീഡറെ ഞാൻ കുറ്റം പറഞ്ഞു കൊണ്ടുവന്നേനെ. പക്ഷെ ഇപ്പൊ ദൈവ 1,20,000 വന്നില്ലേ? 1,85,000 വരെ എന്റെ ഹയസ്റ്റ് ഇൻകം വന്നിട്ടുണ്ട്. 1,85,000 എന്റെ അച്ഛനെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും പവർ ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം. അദ്ദേഹത്തിന് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആളുകൾ ഇങ്ങനെ എന്നെ വേദിയിലേക്ക് പൊക്കി കൊണ്ടുവരുമ്പോ ആവില്ലേ സുഹൃത്തുക്കളെ? നമ്മള് ആവില്ലേ? വൈ പിന്നെന്തിനും മടി? പിന്നെന്തിനും എഴുതാൻ മടിക്കണം? ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യല്ലേ? ആരും റെഡി? ആരും റെഡി? 2-3 ആൾക്കാർ പോകാൻ മാത്രമേ പറഞ്ഞു. വിജയിച്ചിരിക്കണം. ഇന്ന് ഈ വേദി വിട്ടു പോകുമ്പോ വേണുപോൽ സാറ് ഒരൊറ്റൊരാൾ വിജയിക്കാതിരിക്കരുത്. എല്ലാവരും വിജയിച്ചിരിക്കണം. എല്ലാവരും. അടുത്ത തവണയൊക്കെ ഞാനൊക്കെ സാറൊക്കെ വിളിച്ചിട്ട് വരികയാണെങ്കിൽ സാറേ ഞങ്ങളൊക്കെ വിജയിച്ചു സാറേ എന്ന് പറയാനുള്ള കാര്യം മാത്രമേ എനിക്ക് ഇവിടുന്ന് കേൾക്കാൻ പാടുള്ളൂ. അങ്ങനെ എത്ര ആളുകൾ വിജയിച്ചു കയറി. സാധാരണ ഒരു ഓട്ടോറിക്ഷ അപ്പോൾസറി വർക്ക് ചെയ്തിരുന്ന സുന്ദരൻ സാറിനെ കൊണ്ടുവന്നിട്ടൊന്ന് സ്റ്റാർപ്പിളാക്കി കൊടുത്തു. ബാങ്കിലെ മാനേജർ വന്നിട്ട് എന്നോട് പറഞ്ഞു ആ വണ്ടിയുടെ ലോൺ അടയ്ക്കുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ ബൈജു സാറ്. ബാങ്കില് ലോൺ എടുത്തു കാറിന് വേണ്ടിയിട്ട്. ലോണിലെ ബാങ്ക് മാനേജർ വീട്ടിലേക്ക് വന്നു. ഇവൻ അടയ്ക്കോ? അല്ല കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്തു? ആ പേസ്റ്റിന്റെയും ചായപ്പൊടി ഇതൊക്കെ ചെറിയ പാക്കറ്റുകൾ അദ്ദേഹത്തിന് കൊടുത്തയച്ചു. ഏത് ബാങ്ക് മാനേജറാണ് കേട്ടോ. എന്തിനാ വന്നതാ? ലോൺ അടയ്ക്കാൻ വേണ്ടി വന്നു. പിറ്റേ ദിവസം രാത്രി ആയപ്പോ പേടിയുണ്ട് വിളിക്കാനായിട്ട്. എന്നാലും വിളിച്ചു വെച്ചു സാറ് പേസ്റ്റ് ഉപയോഗിച്ചു. അത് നല്ലൊരു പേസ്റ്റ് ആണല്ലോ. എന്താ പരിപാടി ഇത്? അടിപൊളി പേസ്റ്റ് ആണല്ലോ. ഇന്ന് സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ അദ്ദേഹം കൊണ്ടുവന്ന ഇതവിടെ ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ആരാണ്? ഗോൾഡ് അച്ചീവറാ, റോയൽറ്റി അച്ചീവർ ആയിട്ട് മാറി. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ജയശ്രീമയുടെ ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ, ഒരു ലേഡി, പവർഫുൾ ലേഡി. സുഹൃത്തുക്കളെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നതല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അടുത്തത് നമ്മൾ എഴുതിയതിനു ശേഷം ഒബ്സ്റ്റാക്കിൾസ് കഴിഞ്ഞതിന് ശേഷം ക്ലിയർ യുവർ മൈൻഡ് ഓഫ് സെൽഫ് ഡൗട്ട്സ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് ഡൗട്ടുകളെ ക്ലിയർ ചെയ്യുക. പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാക്കിയെടുക്കുക. പഠിക്കാണ്ട് കാശ് കിട്ടുമോ? ഒരാളോട് ഞാൻ വിളിച്ചു വെച്ചാൽ പറഞ്ഞു എനിക്ക് ഇന്ന ഒരു സെക്ഷൻ എടുത്ത് പഠിക്കാൻ പോവാ. അവൻ പറഞ്ഞു എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചു ഇതിന് ക്ലാസ് ഉണ്ടാവും? ഞങ്ങളൊക്കെ പോണത് ക്ലാസ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാ. ചില ആൾക്കാർ ആശുപത്രിയിലേക്ക് ജോലിക്ക് പോകുന്നുണ്ട്. ചില ആൾക്കാർ പല ഓഫീസിലേക്കും ജോലിക്ക് പോകുന്നുണ്ട്. നമ്മൾ ജോലിക്ക് പോകുമ്പോ മാത്രം എന്താ ആളുകൾക്ക് കേൾക്കാം അല്ലേ? നമ്മൾ ക്ലാസ്സിന് മീറ്റിങ്ങിന് പോകുമ്പോ മീറ്റിങ്ങിന് പോണു അങ്ങനെ പറയാറില്ലേ പല ആൾക്കാർ? അവളുടെ ഒരു മീറ്റിംഗ്, നിനക്ക് വല്ല ജോലിക്ക് പോവാൻ നോക്കിക്കാ നീ അല്ലേ? അങ്ങനെയൊക്കെ പറയാറില്ലേ? എന്റെ ടീമിലെ കുറെ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് പറഞ്ഞു ഇതെങ്ങനെ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് പെടണ്ടട്ടാ. ഇന്ന് ആ AC കാറിൽ ഇങ്ങനെ ഞാൻ യാത്ര ചെയ്യുമ്പോ ആ ഓട്ടോറിക്ഷക്കാർ ഇപ്പോഴും അവിടെ ഓട്ടോറിക്ഷ ഓടിച്ചു കൂട്ടി. ഒരൊറ്റയാണ് അതിന് വിളിച്ചാൽ വരുന്നില്ല, വരില്ല അല്ലേ സാറേ? വണ്ടിയിൽ എല്ലാവരും പറഞ്ഞത് കേട്ടോ. നമ്മള് സ്റ്റാർ എമറാൾഡാണ് നാരായണേട്ടൻ.
കേട്ടിട്ടില്ലേ? ദരിദ്ര നാരായണൻ സമ്പന്ന നാരായണനായ കഥ. അദ്ദേഹത്തിന് പറയാനുള്ള വാക്കുകളാ. ഒരു നല്ലൊരു കേൾവി സാറിന് വേണ്ടി പണ്ടൊക്കെ സായിമാമയുടെ ഒക്കെ അവിടേക്ക് വരും. എന്നിട്ട് പറയും ഞാൻ സ്റ്റാഫായിട്ട് നിന്നതാ. അപ്പൊ ഞാൻ ഈ ലേഡിക്കൊക്കെ ഇങ്ങനെ സ്റ്റാർ പേഡ് ആവുന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ ആയിക്കോട്ടെ. ആ ഊർജ്ജൊക്കെ കിട്ടിയപ്പോ ഞാൻ അതിലും ചാടി എമറാൾഡായിട്ട് നമുക്ക് ആവാൻ പറ്റും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കാനായിട്ട് പറ്റണ്ടേ? നമ്മുടെ ഇവിടെ ഒരു എന്തേലും മായ്ക്കാൻ വല്ലതും മോളുണ്ട്. പല ഐഡിയാസാണ് ഇവിടെ ഉള്ളത്. അത് കാരണം നമുക്കറിയില്ല കോഴിക്കോടിന്റെ രൂപം എന്താണെന്ന് നമുക്കറിയില്ല. അയ്യോ പെർമനന്റ് മാർക്കറ കണക്കുമ്പടി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിരുന്നു. സാരല്ല, ഞാനൊരു പ്രാവശ്യം ഈ ഹോം മീറ്റിങ്ങിന് പോയിട്ട് ഞാൻ എഴുതി മാർക്കറ്റിംഗ് പ്ലാൻ കഴിഞ്ഞിട്ട് ഞാൻ കമ്പനി പ്രൊഫൈൽ എഴുതാൻ നോക്കിയപ്പോ ഇത് മായണില്ല. ഇത് കുഴപ്പമില്ല. അപ്പൊ അടുത്തെന്താ പറഞ്ഞ? ക്ലിയർ യുവർ മൈൻഡ് ഓഫ് സെൽഫ് ഡൗട്ട്. സെൽഫ് ഡൗട്ടുകളെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മാറ്റണം. നമ്മുടെ സ്വന്തം ചില സംശയങ്ങൾ. എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടാവാം? പ്രൊഡക്റ്റുകളെ പറ്റി സംശയം ഉണ്ടാവാം. പിന്നെന്താണ്? സിസ്റ്റത്തെ കുറിച്ച് സംശയം ഉണ്ടാവാം. എങ്ങനെ പൈസ ഉണ്ടാക്കുന്ന സംശയം ഉണ്ടായിരിക്കാം. പിന്നെന്താണ്? കമ്പനിയെ കുറിച്ച് സംശയം ഉണ്ടായിരിക്കാം. ലീഡേഴ്സിനെ കുറിച്ച് സംശയം ഉണ്ടായിരിക്കാം. പിന്നെ നമുക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിരിക്കാം. മാച്ചോ? അതെ മാച്ചു. ഒരു നല്ലൊരു ഗൈഡ് കൊടുത്തു. മായാത്തത് ഞങ്ങൾ മായ്ക്കും. അല്ലേ? ഗ്ലോബ് അല്ലേ? നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റില് ഒരു പയ്യൻ വന്നിട്ടുണ്ട് ഇപ്പൊ. എന്താണ് സാറ്? വൈഷ്ണവ് സൂര്യവംശി വൈഭവ് അല്ലേ? 80 ബോളിലാണ് 175 റൺ അടിച്ചത്. 80 ബോളിൽ. അപ്പൊ അദ്ദേഹം പറയാണ്, അവിടെ ഒരു നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ വാതിൽ മുട്ടല്ല ചെയ്യണത്, ചാവട്ടി പൊളിച്ച് ഇന്ത്യൻ ടീമിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് ചെക്കൻ ചെയ്യണത്. അതേപോലെ RCMന്റെ വാതിൽ മുട്ടല്ല ചെയ്യേണ്ടത്, ചാവട്ടി പൊളിച്ച് അകത്തേക്ക് കടക്കണം, വിജയത്തിലേക്ക് നടന്ന് കിടക്കണം എന്നർത്ഥം. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ മുട്ടി RCM നോക്കട്ടെ, അപ്പൊ വിജയിക്കോ നോക്കട്ടെ, കൊണ്ടുവന്നോ വിജയിക്കോ നോക്കട്ടെ. കുറെ ആൾക്കാർ അങ്ങനെയുണ്ട് അല്ലെ, കൊണ്ടുവന്ന ആള് വിജയിക്കോ നോക്കട്ടെ. നമ്മളെന്ത് ചെയ്തു? പവറോട് കൂടിയിട്ട് തന്നെ വാതിലുമ്പിൽ മുട്ടല്ല ചെയ്തത്, ചാവട്ടി പൊളിച്ച് 9ാമത്തെ മാസം സ്റ്റാറായി RCMലേക്ക് വന്നപ്പോ. 18ാമത്തെ മാസം സ്റ്റാർ പ്ലാറ്റിനം, 18ാമത്തെ മാസം, 30ാമത്തെ മാസം പേള്, 40ാമത്തെ മാസം സ്റ്റാർ പേള്, 20 എമറാൾഡ്. ഈ വർഷത്തിൽ തന്നെ സ്റ്റാർ എമറാൾഡ് ആയിരിക്കും. ഈ വർഷം 1 ലക്ഷം രൂപയിൽ നിന്ന് 1,75,000 ചാടാൻ നിമിഷങ്ങൾ മതി. ചിന്താഗതിനൊന്ന് മാറ്റിയാൽ മതി. 25,000 രൂപ വരുമാനം കിട്ടുന്ന ഒരു വ്യക്തിക്ക് ചെലവ് 25,000 രൂപ, ബാക്കി വല്ലതുണ്ടാവോ കയ്യില്? പക്ഷെ അവന്റെ വരുമാനം 50,000 ആണെങ്കിലോ, ആ ആളുടെ വരുമാനം 50,000 ആണെങ്കിൽ 25,000 ചെലവ് കഴിച്ച് 25,000 മാറ്റി വെച്ചൂടെ? ഹലോ ഹലോ, ബാക്കില് ആ വ്യക്തിയുടെ വരുമാനം 1 ലക്ഷം രൂപയാണെങ്കിലോ, 1 ലക്ഷം രൂപയാണെങ്കിലോ 25,000 ചെലവ് കഴിച്ച് ബാക്കി 75,000 മാറ്റി വെച്ചൂടെ? ആ വ്യക്തിയുടെ വരുമാനം 1,75,000 ആണെങ്കിലോ 1.5 ലക്ഷം മാറ്റി വെച്ചൂടെ? എന്താ അങ്ങനെ ചിന്തിക്കാത്ത? ചെലവുകൾ ഇങ്ങനെ വരുമ്പോ അതിന്റെ ഇടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ ചെലവായി പോയി എനിക്ക് മാർഗമില്ല, ജീവിക്കാൻ രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കണേറ്റ് നല്ലത് വരുമാനം കൂട്ടിക്കൂടെ? വരുമാനം കൂട്ടുന്നതിന് വേണ്ടിട്ട് വേറെ ഒന്നും ചെയ്യണ്ട, 30 പേരെ ലിസ്റ്റ് ഉണ്ടാക്കിക്കൂടെ? ആ 30 പേരോടും പറയാൻ അറിയില്ലെങ്കിൽ പറയാൻ അറിയുന്ന ലീഡറെ ഒന്ന് കൊണ്ടുപോയിക്കൂടെ അവരുടെ വീട്ടിലേക്ക്? പറയാൻ അറിയുന്ന ആളുകൾ പറയുന്ന കത്തി ജ്വലിച്ച് ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് കൊണ്ടിരുത്തിക്കൂടെ? അവർക്ക് വിശ്വാസം വരില്ലേ? ഹലോ, ബുദ്ധിമുട്ടായില്ലേ? ഇതാ ഞാൻ പല സ്ഥലത്തേക്ക് പോവാത്തത്. ഞാൻ ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ എനിക്കറിയാം ആർക്കും ബുദ്ധിമുട്ടായിട്ടില്ല. ഞങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യും സാറ്, ഞങ്ങളും എന്തെങ്കിലുമൊക്കെ ഞങ്ങളും സ്റ്റാർട്ട് ചെയ്യും. ഈ പറഞ്ഞത് ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ അല്ലേ? അതിനുവേണ്ടി നമ്മളൊന്ന് എന്ത് ചെയ്യാ, ചില കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കണം,
തവിടനെ പറ്റി പഠിക്കോ? 34 തരം രോഗങ്ങൾക്ക് പ്രതിരോധ ശേഷിയല്ലേ തവിടെണ്ണ? അത് പഠിച്ചൂടെ? അത് മേല് തേച്ച് കുളിക്കാൻ പഠിച്ചൂടെ? പഠിക്കാൻ പറ്റുമോ? അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സിമ്പിൾ ലിറ്റിൽ സ്റ്റാർ അല്ലേ? സിമ്പിൾ അല്ല അത് മേല് തലയിൽ തേച്ച് കുളിക്കാം, പാചകെണ്ണയിട്ട് ഉപയോഗിക്കാം. ഇതുവരെ ഇളകി തുടങ്ങി ഇവിടെ അല്ലേ? സ്റ്റെപ്പുകൾ വരെ കിടുങ്ങി, കോഴിക്കോട് കിടുങ്ങുണ്ട്. കാരണം വേറെ ഒന്നല്ല, വിജയിക്കണം എന്നുള്ള ആഗ്രഹമാണ് സുഹൃത്തുക്കളെ, അതിയായ ആഗ്രഹം. സാധാരണ കൂലിപ്പണി ചെയ്ത് വളർത്തിയ അമ്മയും അച്ഛനൊക്കെ നിൽക്കുമ്പോ ഈ ആർസ്യം ചെയ്തിട്ട് 9 ലക്ഷത്തിന്റെ കാറിൽ അച്ഛനെ ഫ്രണ്ടിൽ കയറ്റിയിരുത്തി ആ AC കൊള്ളിപ്പിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഈ ജന്മത്തിൽ തന്നെ നേടാൻ എന്നെ സഹായിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് RCM. മനസ്സിലായോ? ചിലപ്പോ ഈ കാറ് മേടിക്കുന്നത് ചിലപ്പോ 60ാമത്തെ 65ാമത്തെ വയസ്സിൽ ജീവിച്ചിരുന്നെങ്കിൽ ആയിരിക്കാം. ചിലപ്പോ ഈ ജന്മത്ത് പോലും അങ്ങനെ ഒരു കാറ് ഒരു ഓട്ടോറിക്ഷക്കാരൻ മേടിക്കുമായിരുന്നില്ല. പക്ഷെ സിസ്റ്റം നമ്മളത് അങ്ങനെ ആക്കി മാറ്റിയതാണ്. ആ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു കൈ കൊടുത്തു. സിസ്റ്റം പറയുന്ന ആളുകളുടെ ലിസ്റ്റ് ഇടണം. വിജയിക്കേണ്ട ആളുകളെ ലിസ്റ്റ് ഇട്ടേ പറ്റൂ. ആളുകളോട് ഇത് പറയണം, ആളുകളോട് പറഞ്ഞേ പറ്റൂ. എനിക്ക് പറയാൻ അറിയില്ല, പറയാൻ അറിയുന്ന ആളുകളെ കൊണ്ടുപോയേ പറ്റൂ. ഈ ജന്മത്തിൽ വിജയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അല്ലെ? ശരിയാണോ? ശരിയാണ്. തവിടെണ്ണ കുടിക്കാം, കുളിക്കാം, മേല് തേച്ച് കുളിക്കാം. മറ്റുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ പുറത്തുനിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണ എങ്ങനെയാ സാറ് വെളിച്ചെണ്ണ ഉണ്ടാക്കുക? എങ്ങനെ ഉണ്ടാക്കുക വെളിച്ചെണ്ണ? കൊപ്രാട്ടിട്ടല്ലേ സാറ് വെളിച്ചെണ്ണ ഉണ്ടാക്കുക? 39ാമത്തെ വയസ്സ് വരെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്, എങ്ങനെ കൊപ്രാട്ടിട്ടാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, രാജൻ സാർ വരെ സപ്പോർട്ടായിട്ട് പറഞ്ഞു, 2006 കേന്ദ്ര സർക്കാരിന്റെ സർവേ പ്രകാരം വിപണിയിൽ നിന്നും കിട്ടുന്ന 52% പ്രൊഡക്റ്റുകളും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞു ഡോക്ടർ രാജൻ സാർ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പാരാഫിൻ ഓയിലും പെട്രോളിയം ജെല്ലിയും മിക്സ് ചെയ്തുകൊണ്ടും എന്തുണ്ടാക്കാം? വെളിച്ചെണ്ണ ഉണ്ടാക്കാം. ആ വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാലും നമ്മൾ കിട്ടുന്ന കൊപ്രാട്ടി കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ ആയാൽ പോലും 160 ഡിഗ്രിക്കും 200 ഡിഗ്രിക്കും ഇടയിൽ പുകഞ്ഞ് അതിൽ ട്രാൻസ് ഫാറ്റി ആസിഡ് ഉണ്ടാക്കുമ്പോൾ ആ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ദോഷം ചെയ്യും. ആ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കാലിന്റെ ഞരമ്പുകൾക്കുള്ളിൽ അടിഞ്ഞു കൂടുകയാണെങ്കിൽ അത് ആ രക്തപ്രവാഹം ഇല്ലാതെ അത് വീർത്തു വരും. അതിന് പറയുന്ന പേരാണ് ഹൃദയത്തിന്റെ രക്തധമനികൾക്കുള്ളിൽ ഇങ്ങനെ കൂടുകൂട്ടി അതിൻ്റെ ഉള്ളിൽ രക്തം പ്രവഹിക്കാതെ വരുമ്പോൾ അത് പ്രശ്നത്തെ പറയുന്ന പേരാണ് ബ്ലോക്ക്. അത് തലയിലെ ഞരമ്പുകൾക്കുള്ളിൽ വരുന്ന പ്രശ്നത്തെ പറയുന്ന പേരാണ് സ്ട്രോക്ക്. അത് ഹൃദയത്തിന്റെ ഭിത്തികളിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ, ഹൃദയം ഇടിക്കാതെ വരുമ്പോൾ കിതയ്ക്കുകയും കിതപ്പുണ്ടാവുകയും ചെയ്യുന്നു. അത് വളരെ ബുദ്ധിമുട്ടായിട്ട് എന്ത് പ്രശ്നമായിട്ട് മാറുന്നു? നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറും. ആ ഫാറ്റ് നമ്മുടെ ലിവറിൽ അടിഞ്ഞു കൂടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ടോ? ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ സുഹൃത്തുക്കളെ നമുക്ക്? ഇതിനാണോ നിങ്ങൾ വലിയ കാര്യമാണ് RCM എന്ന് വിചാരിച്ചിരുന്നത്? ഇതാണോ വലിയ കാര്യം? ഇതൊക്കെ സിമ്പിൾ. ഇതിലപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ്, അല്ലെ? പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇതിലപ്പുറം ചാടിക്കടന്നവനാണ് ഈ ഞാനൊക്കെ. അതേപോലെ നമുക്കിത് ചെയ്യാം, അല്ലെ? തവിടെണ്ണ മേല് തേച്ച് കുളിച്ചാലും ഇതൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെ? പഠിച്ചൂടെ? കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചൂടെ? തയ്യാറാണ്? ക്ലിയർ യുവർ മൈൻഡ് ഓഫ് സെൽഫ് ഡൗട്ട്. സെൽഫ് ഡൗട്ടുകളെ ക്ലിയർ ചെയ്യണം. നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാ? നമ്മളല്ലേ? ആരെ കൊണ്ടുവന്നു വെച്ചാൽ ഞാൻ ആളോടാണ് വിളിച്ചു ചോദിക്കുക. അപ്പൊ പറയും എനിക്കറിയില്ല, എന്റെ ലീഡറിന്റെ ആളോട് ചോദിച്ചോളൂ. അങ്ങനെ പറഞ്ഞിട്ട് നല്ലത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാലോ? ആ വുമൺ ടാബ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് കിട്ടാവുന്ന ഗുണങ്ങളൊക്കെ ആ പ്രൊഡക്റ്റിലില്ലേ? ഇല്ലേ? അതിന് നമ്മുടെ ശരീരത്തിലേക്ക് കുറെ വിറ്റമിൻസ്, 13 തരത്തിലുള്ള വിറ്റമിൻസും 13 തരത്തിലുള്ള മിനറൽസും കിട്ടില്ലേ? അന്ന് ഡോക്ടർ രാജൻ സാർ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കും, ഞാൻ എഴുതിയെടുക്കും. വിറ്റമിൻ A കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നേരെ എഴുതും എന്താണ്? കണ്ണിന്റെ കാഴ്ചശക്തി കുറയും. അപ്പോഴത്തേനും Bയും Cയും Dയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അടുത്തത് E എന്ന് എഴുതാൻ പോകും. ഇത് എഴുതാൻ പറ്റി ഭയങ്കര സ്പീഡല്ലേ? പറയരുത്. പക്ഷെ പിന്നീട് അടുത്ത പ്രോഗ്രാമിന് വിറ്റമിൻ B കുറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് വായ്പുണ്ണ് വരും. വായ്പുണ്ണ് വരിക പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇത് വരില്ലേ, കുരുമാരി. എന്തുകൊണ്ടാ കുരു വരണത്? ദഹനം ശരിയല്ല എന്ന് ശരീരം നമ്മളോട് പറഞ്ഞു തരുന്നതാ അല്ലെ. വിറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞാലോ പ്രതിരോധ ശേഷി കുറയും. വിറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലോ എല്ലിനും പല്ലിനും ദോഷം. വിറ്റമിൻ ഇ കുറഞ്ഞു കഴിഞ്ഞാലോ ജരാനരകൾ ബാധിക്കും. വിറ്റമിൻ കെ കുറഞ്ഞു കഴിഞ്ഞാലോ മുറിവുണ്ടായി കഴിഞ്ഞാൽ ബ്ലഡ് ഇങ്ങനെ വന്നുവിടും. മാഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാലോ കൈകാലത്തരിപ്പ്, മരവിപ്പ്. മാഗ്നീസ് കുറഞ്ഞാലോ എല്ല് വളഞ്ഞു പോകും. സോഡിയം കുറഞ്ഞു കഴിഞ്ഞാലോ ആള് വിളച്ച ഒരു ഓർമ്മയുണ്ടാവില്ല. പൊട്ടാസ്യം കുറഞ്ഞാലോ ഹാർട്ട് അടിച്ചു പോകും. സിങ്ക് കുറഞ്ഞു കഴിഞ്ഞാലോ ഇതിന് പഠിക്കാൻ ഞാൻ MBBS പോകണം. ഓട്ടോറിക്ഷക്കാരന് ഇതൊക്കെ പഠിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചൂടെ? ഹലോ, പാസാക്കിയാലോ? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ വേറെ ഉണ്ടോ? പക്ഷെ നമ്മൾ പഠിക്കാൻ തയ്യാറായ പോലെ അല്ലെ. സിങ്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു പുരുഷന്റെ കുട്ടികൾ ഉണ്ടാവില്ല. സ്ത്രീക്കാണെങ്കിൽ നല്ല മുടി കൊഴിച്ചിലുണ്ടാവും. കുട്ടികളാണെങ്കിൽ പഠനത്തിലും ആക്ടിവിറ്റീസിലും ഒക്കെ സ്ലോ ആൻഡ് സ്ലഗീഷ് ആയിരിക്കും അല്ലെ. കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാലോ എല്ലിന് പ്രശ്നമായിരിക്കും. ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാലോ? ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, എത്ര പേര് ഹീമോഗ്ലോബിന്റെ അളവ് ചെക്ക് ചെയ്യാറുണ്ട്? എത്ര വേണം സ്ത്രീകൾക്ക്? 12നും 14നെങ്കിലും ഇടയില് ഹീമോഗ്ലോബിന്റെ അളവ് വേണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? വലിയ വാക്ക് പറയും സ്ത്രീകൾ. എന്താന്ന് പറയാ ആ വലിയ വാക്ക്? അയ്യോ, എന്താ വാക്ക്? സ്ത്രീകൾ പറയുന്ന വാക്ക് വയ്യ. എപ്പോഴെങ്കിലും ഹീമോഗ്ലോബിൻ ഞാൻ SM കോളേജില് ബ്ലഡ് ഡൊണേഷന് വേണ്ടി പോയപ്പോ ഒരു പെൺകുട്ടി ബ്ലഡ് എടുക്കാൻ വേണ്ടി വന്ന് ചെക്ക് ചെയ്തു. ഹീമോഗ്ലോബിന്റെ അളവ് ചെക്ക് ചെയ്തപ്പോ 9 ഉള്ളൂ. ആ പെൺകുട്ടിയുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലെ? പുറത്തുനിന്ന് മേടിക്കുന്ന ചാത്തൻ വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ടാവുന്ന ദോഷങ്ങളൊക്കെ വരുമ്പോ ഇതൊന്നും നാട്ടിൽ നടന്ന് എത്തിക്കലാണ് ഈ 30 പേരോട് നമ്മൾ പറഞ്ഞത്. നാടിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട്, ഒരു സമൂഹത്തിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട്, ഒരു രാജ്യത്തിനെ രക്ഷപ്പെടുത്തുന്ന ഒരു മഹാപ്രസ്ഥാനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എത്ര പെൺകുട്ടികൾ രക്ഷപ്പെടും? എത്ര സ്ത്രീകളുടെ ആർത്തവ ചക്രങ്ങൾ, മെൻസസ് പീരീഡ് ശരിയാവും? എത്ര സ്ത്രീകൾക്ക് ആരോഗ്യം കിട്ടും? എത്ര പുരുഷന്മാര് രക്ഷപ്പെടും? വരുമാനമില്ലാത്ത ആളുകൾക്ക് വരുമാനമാവില്ലേ? ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഒരു കുടുംബത്തിന് നന്മയ്ക്ക്. ഇതിലൂടെ എങ്ങനെയാണ് വരുമാനം കിട്ടുക? സെൽഫ് ഡൗട്ട് പലർക്കും അറിയില്ല. അതിന് എ സൈഡിൽ എത്ര PV വേണം, B സൈഡിൽ എത്ര PV വേണം? ബിഗിനർ ആകുമ്പോൾ 15,000 PV എ സൈഡിലും 5,000 PV B സൈഡിലും നമ്മൾ സെൽഫായിട്ട് ചെയ്യേണ്ടത് ആണെന്ന് അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ബിഗിനറെ സൃഷ്ടിക്കാൻ കഴിയുക? ഒരു സ്റ്റാർട്ടർ ആക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ എ സൈഡിൽ 30,000-ഉം B സൈഡിൽ 10,000-ഉം വേണമെന്ന് അറിയാത്ത ആളുകൾ എങ്ങനെ ഒരു സ്റ്റാർട്ടർ സൃഷ്ടിക്കാൻ കഴിയും? ഒരാളുടെ B സൈഡിൽ അല്ല എ സൈഡിൽ 50,000-ഉം B സൈഡും സെൽഫും കൂടി 20,000 വേണം, ടോട്ടൽ 70 വേണമെന്ന് അറിയാത്ത ആളുകൾ എങ്ങനെ ഒരു ഓപ്പണറെ സൃഷ്ടിക്കും? ഒരാളുടെ എ സൈഡിൽ 2,80,000-ഉം ഒരാളുടെ സെൽഫും B സൈഡും കൂടി 70,000 വന്ന് 3.5 ലക്ഷം തികയണം, എന്നാലേ സ്റ്റാർ ആണല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു സ്റ്റാറിന് സൃഷ്ടിക്കാൻ കഴിയും? ഹലോ, ബുദ്ധിമുട്ടായില്ലേ? സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ആദ്യം ഈ സിമ്പിൾ ബട്ട് നോട്ട് ഈസി. ആദ്യം സിമ്പിളാ. അതുകൊണ്ടാണ് പറയുന്നത് യു ആർ നോട്ട് ലീഡർ അണ്ടിൽ യു ഹാവ് പ്രൊഡ്യൂസ്ഡ് അനദർ ലീഡർ ഹു ക്യാൻ പ്രൊഡ്യൂസ് അനദർ ലീഡർ. ഇംഗ്ലീഷ് പഠിച്ചിട്ടൊന്നുമല്ല, കലക്കാണ്. ഷിജു കലക്കാന്ന് പറഞ്ഞ കേറി കഴിഞ്ഞാൽ കുളം കലക്കിയിട്ടേ വരാൻ പാടുള്ളൂ. പവർഫുൾ ലീഡേഴ്സ്, രണ്ടുപേർക്ക് വേണ്ടി ഒരു നല്ലൊരു കൈ കൊടുത്തു. അവരുടെ ഒക്കെ ടീമിലാണ്, നമ്മുടെ വേണുഗോപാൽ സാറിന്റെ ടീമിലാണ്, നാരായണേട്ടന്റെ നമ്മുടെ സുജിത് സാറിന്റെ മകനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ ഒക്കെ ടീമിലാണ് വന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഭാഗ്യമാണ് സുഹൃത്തുക്കളെ, ഭാഗ്യം. നമുക്ക് നല്ല പവർഫുൾ കുട്ടികളെ നമുക്ക് ആശുപത്രി സൃഷ്ടിക്കാൻ കഴിയും. നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അധികം വേണ്ടത്. ആ ടീമിലാണ് നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. ഹലോ, ഡൗട്ടുകളെ മാറ്റോ? പിന്നെ ആട്ടയുണ്ട്, തവടെണ്ണയുണ്ട്, ഉപ്പുണ്ട്, മുളക് പൊടി ഉണ്ട്. എല്ലാതിനെയും കുറിച്ച് ആരോഗ്യ ക്ലാസ് എടുക്കാൻ വേറൊരു ദിവസം വരാം. ആരോഗ്യ ക്ലാസ് എടുക്കാൻ ഞാൻ വേറൊരു ദിവസം വരാം സാറ് വിളിക്കുമെങ്കിൽ. പക്ഷെ ഇന്ന് ആരോഗ്യ ക്ലാസ് എടുക്കാനല്ല എനിക്ക് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അടുത്തതാണ്, ഈ ഡൗട്ടുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണ്ടി വരും? ക്രിയേറ്റ് എ പോസിറ്റീവ് മെന്റൽ പിക്ചർ. നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. പോസിറ്റീവ്
ഒരിക്കൽ ഒരു സ്വാമിയോട് ഒരാൾ ചെന്ന് ചോദിച്ചു, സ്വാമിയെ എന്റെ ഭാര്യ ഭയങ്കര പ്രശ്നം, ഇവളെ ശരിയാക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ സ്വാമി പറഞ്ഞു, ഭാര്യയെ ശരിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ നന്നായാ മതി, നീ ശരിയായാ മതി. അപ്പോ പിന്നെ ആൾക്ക് ഡൗട്ട്, ഞാൻ ശരിയാവാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോ സ്വാമി പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഭാര്യനെ നന്നാക്കുന്നത് നിർത്തിയാൽ മതി, നീ എന്താ ചെയ്യണ്ടേ, നീ ഭാര്യനെ നന്നാക്കുന്നത് നിർത്തിയാൽ നീ നന്നാ. ഇതേപോലെ തന്നെ നമുക്ക് വേണ്ടത് നമ്മളെ സ്വയം എന്താക്കുക, ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ക്ലിയർ അല്ലേ? എനിക്ക് അറിവ് കൂടിയപ്പോ ഞാൻ നാടിനെ എന്താണ് രക്ഷപ്പെടുത്താനാണ് നോക്കിയത്, നാടിനെ. പക്ഷെ എനിക്ക് ജ്ഞാനം കിട്ടിയപ്പോൾ ഞാൻ എന്നെ ശരിയാക്കാൻ ശ്രമിച്ചു. ജ്ഞാനം എന്നെ ശരിയാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമുള്ളൂ. നാട്ടുകാരൊന്നും നന്നാക്കാൻ പോകണ്ട, നമ്മൾ ശരിയായാൽ മതി അല്ലെ? എന്താ ചെയ്യേണ്ട? ക്രിയേറ്റ് പോസിറ്റീവ് മെന്റൽ പിക്ചർ. നമ്മുടെ ടീമിൽ ഈ ആളുകള്, ഞാൻ നേരത്തെ പറഞ്ഞ കുറെ ആളുകള് കയറി വരില്ലേ, 900 പേരൊക്കെ പെട്ടെന്ന് കയറി വരും ആ സിസ്റ്റം പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ. എല്ലാവരും നല്ല മെന്റാലിറ്റി ഉള്ള ആളുകളായിരിക്കോ? ചിലര് തല്ലൂട്ടക്കാരുണ്ടായിരിക്കും. അയ്യോ, എന്റെ ടീമിൽ കുറെ ആൾക്കാരുണ്ട്, ഞാനൊക്കെ കയ്യിൽ ഇങ്ങനെ കൊണ്ടുനടക്കുന്നു, അത് അങ്ങനെ കൊണ്ടു നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരെയും കൊണ്ട് നടക്കണം, എല്ലാവരും കൊണ്ട് നടക്കണം അല്ലെ? ചില ആളുകൾ ഇങ്ങനെ കൊണ്ടു നടക്കണം. ഇവിടെ ഉണ്ട് കുറെ ആൾക്കാർ, അതെവിടെയുണ്ട്? ആകുള്ള പ്രശ്നം അവിടെ ഉണ്ട് അത് അല്ലേ? അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. കുറെ ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞത് കേൾക്കും. പക്ഷേ എല്ലാ ആളുകളോടും സഹകരണ മനോഭാവമാണ് ഒരു ലീഡറിന്റെ പ്രത്യേകത. സഹകരിക്കുക, കോഓപ്പറേഷൻ അല്ലേ? അതില്ലാത്തോടത്തോളം കാലം ഈ ആളുകളെ നോക്കാൻ പറ്റുമോ? ആദ്യം നമ്മുടെ മെന്റാലിറ്റി ശരിയാക്കുക. പല ആളുകളും വന്നോട്ടേന്ന്, പല ആൾക്കാരും ചീത്ത പറഞ്ഞോട്ടെ. വിജയിക്കേണ്ടതായിരിക്കാം, കാറ് മേടിക്കേണ്ടതായിരിക്ക നമുക്കാണ്. നല്ല 2 നില വീടൊക്കെ സൂപ്പറായിട്ട് മേടിക്കേണ്ടതായിരിക്കാം നമുക്കാണ്. ഈ ടീമിൽ വന്നിട്ടുള്ള ഒരാളുടെ വികൃതി കാരണം നമ്മളിത് വേണ്ടാന്ന് വെക്കണമെന്നുണ്ടോ? ഹലോ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാറൊന്നുമില്ല. പല ആൾക്കാരും ഞാൻ പറയും, ഇന്ന കാര്യം ചെയ്യൂട്ടോ, ഇന്ന കാര്യം ചെയ്യും സാറേ, ഞങ്ങൾക്ക് പറ്റില്ല. എന്നാ ശരി, ഓക്കെ ആയിക്കോട്ടെ. രാജൻ സാറിനെ നിങ്ങൾ വിളിച്ചു നോക്കിയോ, രാജൻ സാറിനെ വിളിച്ചു നോക്കിയോ. രാജൻ സാറൊക്കെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. രാജൻ സാറ് പറയാണ്, രാജൻ സാറ് ഞാൻ നാളെ വരില്ല കേട്ടോ, അതിനെന്താ കുഴപ്പമൊന്നുമില്ല, നീ വായോ വായോ. അതൊന്നും ഇതുവരെ രാജൻ സാറ് പറഞ്ഞില്ല. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി, ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി. നിങ്ങൾക്ക് ഈ ജന്മത്തെ ജീവിക്കണം, സുഖമായിട്ട് ജീവിക്കണോ? നല്ല ബാങ്ക് ബാലൻസ് വേണം. എന്നാലും ഹേമന്ത് സാറിന്റെ ഒരു ക്ലാസ് ഞങ്ങൾ അവിടെ അദ്ദേഹം വന്നു, അദ്ദേഹം കാണിച്ചാണ് ഏകദേശം ബാങ്ക് അക്കൗണ്ടിൽ 20 ലക്ഷം ഉണ്ടെന്ന്. 3 ബാങ്ക് ഉണ്ട്, ഒരു ബാങ്കിൽ 20 ലക്ഷം, മറ്റു 2 എണ്ണം കാണിച്ചു തരില്ല. ഹലോ ഹലോ, ഒന്ന് കൈയടിച്ച് പാസ്സാക്കിയാലോ? അപ്പൊ 2 കൂടിയിട്ട് എത്ര പൈസ ഇരിക്കുന്നുണ്ടാവും മറ്റ് ഇതില് അല്ലേ? അതേപോലെ തന്നെ 3 ആധാരം കയ്യിലിരിക്കുന്നു. സോ മെനി പൈസയാണ്. 90% പ്രശ്നം പൈസയാണ്. എന്താ പ്രശ്നം? പൈസക്കാണ് പ്രശ്നം. 90% ആ പൈസ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആ 90% പ്രശ്നങ്ങൾ മാറിപ്പോകും. പൈസ പൈസ പൈസ. ഹലോ, പണമാണ് സുഹൃത്തുക്കളെ പ്രശ്നം. പണം, അതാണ് പറഞ്ഞത്. ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുപ്യ ചാപ്പനെ കാ മെഷീൻ, പണം അടിക്കുന്ന യന്ത്രമാണ്. ഒരു സാധാരണ ഓട്ടോറിക്ഷക്കാരനെ 9.5 ലക്ഷത്തിന്റെ കാറിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 9.25 സെന്റ് സ്ഥലവും ഒരു 3 ബെഡ്റൂമുള്ള അടിപൊളി വീടും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. സിസ്റ്റം അല്ലെങ്കിൽ ഇന്നൊന്നും ഇപ്പോഴൊന്നും ഒരു വീടോ ഒന്നും സ്വന്തമാവുന്നില്ല. ഞാൻ ആ വീടിന്റെ പല ഭാഗങ്ങളും ഞാൻ കണ്ടിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പ ക്ലാസ്സിന് വിളിക്കും, അതൊന്നും നടന്നു നോക്കി, എല്ലായിടത്തൊന്നും നോക്കി. അപ്പോഴത്തേനും വേണുഗോപാൽ സാറ് എന്നൊരു അപ്പൊ ഞാൻ അതിന്റെ സ്റ്റഡി. അപ്പൊ ഇന്നലെ വേറൊരു ഹോം ഷോപ്പിന്റെ ഉദ്ഘാടനം, ഒരു ട്രെയിനിങ്. അപ്പൊ പിന്നെ അതിന്റെ ഇതിലാണ് പിന്നെ ഞാൻ നോക്കാൻ പോയി. അവിടെ ഇവിടെയൊക്കെ ഒന്നും കാണണ്ട, മേടിച്ച വീട് കാണാൻ പോലും സമയമില്ലാതെ. കാരണം എന്താണ്? രാജൻ സാറിന്റെ ഇവിടെ വടക്കാഞ്ചേരി പ്രോഗ്രാമിന്റെ പിറ്റേ ദിവസമാണ് എന്റെ വീടിന്റെ പാല് കാച്ചല്. മനസ്സിലായോ? വടക്കാഞ്ചേരി പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് പാല് കാച്ചല്. അപ്പൊ നമ്മുടെ അർജുൻ സാറ് ചോദിക്കും, സാറ് നാളല്ലേ പാല് കാച്ചല്?
അതെ നാളെയാണ്, ഇന്ന് ഞാൻ പ്രോഗ്രാമിന് പോവുക. നിങ്ങളാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും? ഹലോ, നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അയ്യോ സാറേ നാളെ പാലുകാച്ചലാണ് പറയില്ലേ? അയ്യോ സാറേ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരാൾ അടിച്ചു. അയ്യോ സാറേ ഞങ്ങളുടെ വീടിന്റെ എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്. സാറേ കുട്ടികളൊന്ന് കൊണ്ടുവന്നാക്കേണ്ടത്. സാറേ ഇന്ന കാര്യം ചെയ്യേണ്ടത്. എന്തോരം എക്സ്ക്യൂസുകളാണ്. സ്കൂളിൽ പഠിക്കുമ്പോ വേണുഗോപാൽ സാറേ എന്റെ അമ്മേരെ അച്ഛൻ 16 പ്രാവശ്യം മരിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? എന്നും ഒഴിവെടുത്തണെങ്കിൽ അത് ഇതേപോലെ തന്നെ ഈ പറച്ചിലാണ് ഇങ്ങനെ ഓതല്. ലീഡേഴ്സ് ഒന്ന് പറയുമ്പോഴത്തേന് അപ്പൊ അതിനോട് ചോന്നലായിട്ടായിട്ട് ഇങ്ങനെ നിൽക്ക, പ്രതിരോധം തീർക്കാൻ വേണ്ടിട്ട്. ആ പ്രോഗ്രാമിന്റെ ഒന്നാണ് സാറേ ഇന്നൊരു കാര്യം. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ പ്രോഗ്രാമിനെയും ഞാൻ നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരുന്നു. നിരന്തരമായിട്ട് എന്റെ കുട്ടികളെ ഒരു പിറന്നാള് ദിവസം 2 പ്രോഗ്രാം എടുത്തു. വൈകിട്ട് വരുന്ന നേരത്തുണ്ട് ഒരു ലിസ്റ്റ് അയച്ചു കൊടുക്കണം. സജീവ് സാറ് പറഞ്ഞ് ലിസ്റ്റ് അയച്ചു കൊടുക്കുക. ഞാൻ വന്ന് ഡ്രസ് പോലും മാറാണ്ട് മേശയിൽ നിന്നിട്ട് ലിസ്റ്റ് അയച്ചു കൊടുക്കുമ്പോ പെണ്ണിന്റെ വാട്സപ്പിൽ നിന്ന് ഒരു ഫോട്ടോ എന്റെ മൊബൈലിലേക്ക് നോക്കിയപ്പോ 2 കുട്ടികൾ രാത്രി ഇരുന്ന് ചോറ് കഴിക്കണം. കരച്ചിൽ വന്നു. ഞാൻ ചെന്നിട്ട് അവരെ കൂടി ഇരുന്ന് ആ നേരത്തെ ഭക്ഷണം കഴിച്ചു. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? പ്രിയോറിറ്റി ആർച്ചിവിനെ കൊടുത്തൂടെ? ഹലോ, ആര് റെഡി? ഇനി മുതൽ 3 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് ഞാൻ ഗൾഫിലാണ്. ഞാനിവിടെ നാട്ടിലില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് വർക്ക് ചെയ്ത് നോക്കിയേ. ഗൾഫിലുള്ള ആൾക്കാർ എന്നും കല്യാണത്തിന് വരുമോ? 5000 മുള കല്യാണം. മുതലാളിയോട് പറയാണ്, സേട്ടിനോട് പറയാണ് 5000 മുള കല്യാണം ഉണ്ട്, അപ്പൊ ഒന്ന് പോയിട്ട് വരാം. അപ്പൊ അവിടെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യുന്നു. അപ്പത്തിന് പാപ്പന്റെ മോന്റെ കല്യാണമാണ്, ഞാൻ പോട്ടെ. അങ്ങനെ പറയും ആരെങ്കിലും? ഇല്ലല്ലോ. ആരെങ്കിലും പറഞ്ഞേക്കും തലേ ദിവസം പോയിക്കോളൂ, എന്നിട്ട് റെഡി ആക്കി പോരും. പക്ഷെ പ്രിയോറിറ്റി എന്തിനു കൊടുക്കണം? ആർസിന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? നമ്മുടെ ക്രിയേറ്റ് എ പോസിറ്റീവ് മെന്റൽ പിക്ചർ. എന്ത് പ്രശ്നം വന്നാലും നെവർ മൈൻഡ്. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല. നല്ല കുട്ടികളായിട്ട് ആർസിൻ ചെയ്യും. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ? ആർസിൻ ചെയ്തു കഴിഞ്ഞാൽ മക്കൾക്ക് കൈമാറി കൊടുക്കാം. എന്ത് അല്ലെ? ID നമ്പർ മക്കൾക്ക് കൈമാറി കൊടുക്കാം. പക്ഷെ മക്കളുടെ കയ്യിൽ കിട്ടുമ്പോഴും എന്തായിരിക്കണം? അത് ആ പവിത്രതയോടുകൂടി മക്കൾക്ക് ആ നമ്പർ കിട്ടും. അപ്പോ നമ്മുടെ കൂടെയുള്ള കുറെ ആൾക്കാര് നമ്മുടെ മക്കളാണെന്ന് പറയുമ്പോൾ ഇന്നാളുടെ മക്കളാണ്. അതാ വേണുഗോപാൽ സാറിന്റെ മോനാ അല്ലെ? കുറച്ചാൾ കഴിഞ്ഞാ ഷൈൻ ബാബു സാറിന്റെ മോനാ. കുഴപ്പമില്ല, അവനൊക്കെ ഒരു നല്ല ഇത് കൊടുത്തോളൂ, പ്രിയോറിറ്റി കൊടുത്തോളൂ. കാരണം അവരൊക്കെ എത്ര കെയർ ചെയ്തത് നമ്മളെ. ഹലോ, എത്ര കെയർ ചെയ്ത ലീഡർമാരുടെ മക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത്. സുയിസാറിന്റെ മകനാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു നല്ലൊരു കൈഡി അദ്ദേഹത്തിന് കൊടുത്തൂടെ? എനിക്കൊക്കെ എന്തോരം കാര്യങ്ങളാണ് സുയിസാറ് പറഞ്ഞെന്നുള്ളതെന്നറിയോ? ആ ഒരു എന്താ പറയാ, കമ്പനിയുടെ ഒരു എന്താണ് ടാക്സിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എത്ര കാര്യങ്ങളെ പഠിപ്പിക്കുന്നത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല സാറേ. പക്ഷെ എന്നാലും എമറല്ല സത്യത്തില് പറയണമെന്നും പിടികിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ എമറാളുടെ. കാരണം ഞാൻ എന്ത് ചെയ്തു? ആ സിസ്റ്റത്തിലൂടെ സഞ്ചരിച്ചു. 30 പേരുടെ ലിസ്റ്റ് ഇടുന്ന പരിപാടി ഏത് മനസ്സിലായോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ഏകദേശം നമ്മുടെ ടീമിനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. ട്രഡീഷണൽ മാർക്കറ്റിംഗില് നമ്മള് ഇതേതാ മാസം? ഫെബ്രുവരി മാസത്തില് 6000 രൂപ വരെ സാധനം മേടിക്കുന്നു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ മാസങ്ങളിൽ 6000 രൂപ വരെ സാധനങ്ങൾ മേടിക്കുന്നു ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഒരു സാധാരണക്കാരൻ ആണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചെലവ് ഒരു മാസം 36,000 രൂപയാണ്. ഹലോ, ഇവിടെ തന്നെ ഉണ്ടോ? ഇവിടെ ഇല്ലെങ്കിലും വാതിലടച്ചു കഴിഞ്ഞു. 36,000 രൂപ. ഇതല്ലേ പുതിയ ആളുകൾ വന്നിരിക്കുന്ന ആളുകളൊന്നും നോക്കൂ, ഇതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ RCMലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടും? ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന സാധനങ്ങളെക്കാളും എന്താണ് വില കുറവിന് നമുക്ക് കിട്ടുന്നു. വെറും 30,000 രൂപയെ വരുള്ളൂ എന്ന് ഈ 30 പേരോടും നമ്മൾ പറഞ്ഞു കൊടുക്കണം. 30,000 വരുള്ളൂ. ആ വ്യക്തിക്ക് ഒരു 6,000 രൂപ സേവ് ചെയ്യാം. ആർക്ക്? ഈ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക്. മനസ്സിലായോ?
അതുകൂടാതെ ഒരു DP പ്രൈസിന് ഒരു ID നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് 4000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഇതെനിക്ക് മൂർസാറ് പറഞ്ഞൊരു കണക്ക്. ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോ അവിടെ നിന്ന് കിട്ടിയത്. നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരിക്കും. 24,000 രൂപയെ വരുള്ളൂ ഒരു ID നമ്പർ എടുത്തൊരു വ്യക്തിക്ക്. അങ്ങനെയാണെങ്കിൽ 6,000 രൂപ നിങ്ങൾക്ക് വീണ്ടും സേവ് ചെയ്യാം. ഒരു 6 മാസം കൊണ്ട് 12,000 രൂപയെ ചെലവ് വരുള്ളൂ. 36,000 രൂപ ചെലവ് വന്ന സമയത്ത് അതിൽ നിന്ന് 12,000 രൂപ മാറ്റി വെക്കണമെങ്കിൽ നമ്മുടെ ചെലവിനെ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാനായിട്ട് പറ്റും. ചെലവിനെ ചുരുക്കാം. ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? സിമ്പിൾ ഒക്കെ സിമ്പിളാ. മനസ്സിലായി? ഒക്കെ സിമ്പിളാ. ഇതൊന്ന് നിങ്ങൾ എഴുതിയെടുക്കണം. ഇതൊക്കെ ഒരു വീട്ടിൽ പോണം, അവരോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളൊക്കെ ഇവിടുന്ന് 36,000 രൂപയ്ക്ക് മേടിക്കുമ്പോ ഈ സാധനങ്ങളിലൂടെ വരുന്ന ദോഷങ്ങള് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. കോൾഗേറ്റ് പേസ്റ്റ് മേടിക്കുമ്പോൾ ജലാറ്റിനും എല്ലുപൊടിയും ഫ്ലൂറൈഡും ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൊടാൽജന്യമായിട്ടുള്ള ക്യാൻസറുകൾ ഉണ്ടാവും. അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റില്ലേ സുഹൃത്തുക്കളെ? പറ്റുമോ? പറ്റും. നമ്മൾ വിചാരിച്ചാൽ പറ്റും. അങ്ങനെ പറ്റുമെന്നുള്ള ആളുകൾ മാത്രം ഒരു കൈയടിച്ച് എനിക്കത് പറ്റും സാറ്. ഈ കണക്ക് എനിക്ക് ആളുകൾക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റും. ഇവിടെ ഏകദേശം ഒരു PV ഉണ്ട്. ഏകദേശം 2,500 PV. 6 മാസം 2,500 PV നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 6ാമത്തെ മാസം 2,500 DPയുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എത്ര ആളുകൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്? കൈപൊക്കാത്ത ആളുകളൊന്ന്, കൈപൊക്കിയ ആളുകളൊക്കെ ഒന്ന് നോക്കുക. ഇതുവരെ സാധനങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റുകൾ കിട്ടിയിട്ടില്ല. പക്ഷെ RCM ഞങ്ങൾക്ക് എന്ത് കിട്ടി? ഫ്രീ ആയിട്ട് കിട്ടി. ഇനി അവിടെ ഒരു 5,000 PV ആണെങ്കിൽ 5,000 DPയുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. 5,000 DPയുടേത്. 10,000ന്റെ ആണെങ്കിൽ 5,000 DPയുടേതും 3,000 രൂപ ക്യാഷും നമുക്ക് കിട്ടി. ക്യാഷ് എന്തിനാ? ഈ സാധനങ്ങൾ കൊണ്ട് വിൽക്കുമ്പോ വണ്ടിയുടെ പൈസ ഒക്കെ, ചെലവിന്റെ പൈസ ഒക്കെ അയച്ചു തരും കമ്പനി. ആലോചിച്ച് നോക്കൂ അല്ലേ സാറേ? അവിടുന്ന് അതിന്റെ ഇടയിൽ ഹോട്ടലിൽ പോയിട്ട് ചായ കുടിച്ച് ആ ചായയുടെ കാശ് വരെ ആരയച്ചു തരുന്നു? കമ്പനി നമുക്ക് അയച്ചു തരുന്നു. ഹലോ, ആർ യു ഹിയർ? നിങ്ങൾ ഇവിടെ തന്നെയാണോ? ഇങ്ങനൊരു ക്ലാസ് കേട്ടപ്പോഴാണ് സുഹൃത്തുക്കളെ ഞാനൊരു തീരുമാനം എടുത്തത്. ഞാൻ കറുകുറ്റിയിലേക്ക് ചെന്നപ്പോണ്ട് അവിടെ കുറെ കോട്ടും സൂട്ടിട്ടുള്ള ആൾക്കാർ. ഞാൻ വിചാരിച്ചു അയ്യോ നമുക്കിതൊന്നും പറ്റിയ പരിപാടി അല്ലാന്ന് തോന്നുന്നുണ്ട്. ഞാനൊന്ന് പിന്നിലേക്ക് വെച്ചപ്പോ കഴിഞ്ഞു. വാ മോനെ. അവിടെ ചെന്ന് പൈസ പറയുന്ന സ്ഥലത്ത് ആ വേദിയിൽ കയറുന്നിട്ട് കുറെ ആൾക്കാർ പൈസ മേടിക്കുന്നു. എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, പോലീസിന്റെ ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ കിണർ പണിക്കാരുണ്ട്, ഓട്ടോറിക്ഷക്കാരുണ്ട്, KCB ഓവർസിയർമാരുണ്ട്, ലെക്ചേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പൈസ മേടിക്കുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ ഒരു ഓട്ടോറിക്ഷക്കാരന് 50,000 രൂപ കിട്ടി ഇത്ര. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കും ഇത് ചെയ്യാൻ പറ്റും. അന്ന് മുതൽ ഞാൻ RCMൽ ഞാനിങ്ങനെ സ്റ്റാർ ആവണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വീട്ടിലേക്ക് പോവാണ് ഇങ്ങനെ. A സൈഡില് 2,80,000, B സൈഡിൽ 70,000. അപ്പൊ ഒരു 7 പേരെ കൊണ്ട് 5,000 ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവിടെ അത് ശരി. തൊട്ടടുത്തുകൂടെ അച്ഛൻ നടന്നു പോകണ്ട റോഡിന്റെ സൈഡിൽ കൂടെ. ഞാൻ ഈ ചിന്തയില്ല 2,80,000 എങ്ങനെ നോക്കി. വീട്ടിൽ നിന്ന് അച്ഛൻ ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവൻ റോഡിലൊന്നും വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ എന്നോട് നിന്റെയും കൂടി ഇല്ലേ, അച്ഛനല്ലേ. റോഡിലൊന്നും വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ചിരിക്കുകയും കൂടി ഇല്ല. പക്ഷെ എന്റെ ചിന്ത മുഴുവൻ ഇതിലായിരുന്നു എങ്ങനെ സ്റ്റാർ ആവുന്നുള്ളത്. ഹലോ, മനസ്സിലായോ? അപ്പൊ എത്രത്തോളം ആഴത്തിൽ ഞാൻ അതിനെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ RCMനെ പ്രണയിക്കുന്നു എന്നാണ് ഞാൻ എല്ലാവർക്കും പറയുന്നത്. നമ്മൾ RCMൽ ഉണ്ടോ എന്നുള്ളതല്ല കാര്യം, RCM നമ്മുടെ നെഞ്ചിലുണ്ടോ? ഹലോ, നെഞ്ചിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ ജന്മം എന്താണ് നമ്മുടെ സക്സസിലേക്ക് RCM നമ്മളെ കൊണ്ടുവന്നിരിക്കും. ഷുവർ. ജയ് RCM, ജയ് RCM കൊണ്ടുവന്നിരിക്കും മോനെ ദിനേശ. അല്ലെ? തടസ്സങ്ങളൊക്കെ വരുമ്പോ, ഒബ്സ്റ്റാക്കിളൊക്കെ വരുമ്പോ എന്താ പറയേണ്ടത്?
ആ മുണ്ടക്കൽ ശേഖരനോട് മാറി നിൽക്കാൻ പറഞ്ഞല്ലേ, മാറി നിൽക്കടാ മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റണം. നമുക്ക് തടസ്സങ്ങൾ മാറ്റി വെക്കാൻ പറ്റണം, മാറ്റി നിർത്തണം. തടസ്സങ്ങൾ കണ്ട് പേടിക്കരുത്. ചില ആൾക്കാർ പേടിക്കുന്നത് കൊണ്ടാ ഹൃദയം വിറുങ്ങലിക്കുന്നു. പേടിക്കണ്ട, ഈ ജന്മം നമ്മൾക്കുള്ളതാണ്. ഈ ജന്മം നമ്മൾക്കുള്ളതാണ്. അതുകൊണ്ട് ഈ ജന്മത്തിൽ തന്നെ നമ്മൾ സുഖമായി അടിപൊളിയായിട്ട് ചെയ്യും. ഞാനൊരാളോട് പറഞ്ഞൊരു 3 ബെഡ്റൂമുള്ള ഒരു വീടൊക്കെ മേടിച്ചു തന്നപ്പോ അതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരുപാട് വലിയ 2-3 വീടൊക്കെ ഇനിയും മേടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ശരിയാണ്, അവസാന വാക്കല്ല വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ 25,000 ആണെങ്കിൽ 5,000 DP സാധനങ്ങളും 12,500 രൂപ വരെ ക്യാഷും നമുക്ക് കിട്ടും. 50,000 ആണെങ്കിൽ 5,000 DP പ്രൊഡക്റ്റുകൾ ഫ്രീ ആയിട്ട് കിട്ടുന്നു. 30,000 രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടും. എവിടെയാ സുഹൃത്തുക്കളെ ക്യാഷ് നമുക്ക് കിട്ടുക? എവിടെയാ ക്യാഷ് കിട്ടുക? ഇത് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ID നമ്പർ വരെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ? ഈ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഹെൽത്ത് കിട്ടിയില്ലേ? എവിടെ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റുകളും ഫ്രീ ആയിട്ട് ഫ്രീ പ്രൊഡക്റ്റുകൾ കിട്ടുക? സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 4,000 രൂപ വരെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 5,000 രൂപ ഉണ്ടാക്കിക്കൂടെ? സെയിലിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കിക്കൂടെ? ഹലോ, ഈ 12,000 രൂപ ഒരു 6 മാസം കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത 6 മാസം കൊണ്ട് 12,000 ആണെങ്കിൽ ഒരു വർഷം 24,000 രൂപ ചെലവിൽ നിന്ന് മാറ്റി വെച്ചൂടെ നമുക്ക്? ഇതൊരു കുടുംബം കേട്ട് കഴിഞ്ഞാൽ നല്ലതാണോ ചീത്തയാണോ? നല്ലതാണോ? നല്ലതാണ്. പക്ഷെ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങള് തയ്യാറാണോ? പറഞ്ഞു കൊടുത്തോളൂ. ഈ കണക്ക് എഴുതി വെച്ചിട്ടുണ്ടോ? ഹൃദയത്തിലെങ്കിലും എഴുതി വെക്കും സുഹൃത്തുക്കൾ, ഹൃദയത്തിലെങ്കിലും എഴുതി വെക്കും. ആര് റെഡി? ഹലോ, എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊന്നും പറയുന്നു പോലെ. പറയൂ. നല്ലൊരു കൈഡി അടിച്ചോളെ. നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കും. നമ്മൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എത്ര ആളുകളുടെ ആരോഗ്യം രക്ഷപ്പെടും? എത്ര കുടിലുകൾ രക്ഷപ്പെടും? സാധാരണ വാടക വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് ഓടിയ ഈ ജീവിതത്തിൽ ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത ഷൈൻ ബാബു എന്ന് പറഞ്ഞൊരു ഓട്ടോറിക്ഷക്കാരന് 9.25 സെന്റ് സ്ഥലം ഇന്ന് പോയിട്ടുണ്ട്. എനിക്ക് സ്വന്തമായി ദാസികളല്ലാതെ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? ഏതെങ്കിലും ഓട്ടോറിക്ഷക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടോ? പറ്റുമോ സാറേ? ഓട്ടോറിക്ഷ ഓടിച്ചാൽ പറ്റുമോ? നടക്കില്ല. ഇനി ഓട്ടോറിക്ഷ എന്നല്ല, വേറെ ഏത് തൊഴിലുകൾ എടുത്താലും നമ്മുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവില്ല, ചെലവ് കൂടുതലാണ്. മനസ്സിലായോ? ഇതൊന്ന് ഈ കണക്കൊന്ന് നമ്മള് പറഞ്ഞു. നമ്മുടെ ക്രിയേറ്റ് മെന്റൽ പിക്ചർ, നമ്മുടെ മെന്റൽ പിക്ചർ ക്ലിയർ ആക്കി എടുക്കുക. എംബ്രേസ് ദ ചലഞ്ച്. വെല്ലുവിളികളെ നമ്മള് നേരിടണം. പലതരത്തിലുള്ള വെല്ലുവിളികൾ വരും. നമുക്ക് വിശക്കും. ഗിരി സാറ് പറഞ്ഞെന്താണെന്നറിയോ? വിശക്കുന്നുണ്ടെങ്കിൽ മുണ്ടൊന്ന് മുറുക്കി എടുത്തോളൂ. അപ്പോഴും ഞാൻ വിചാരിച്ചു ഈ മനുഷ്യന്മാർക്കൊക്കെ ഭ്രാന്താണ്. 25,000 PV ചെയ്തു എല്ലാ മാസവും. 25,000 PV 12 മാസം അടുപ്പിച്ച് ചെയ്തു. ചെയ്യണ മാസങ്ങളിലൊക്കെ എന്നോട് ക്ലാസ്സിന് വായോ. ഞാനും വിചാരിച്ചു ഇത് വിൽക്കല്ലേ വേണ്ടേ, സാധനം വിൽക്കല്ലേ വേണ്ടേ, രണ്ട് ക്ലാസ്സിന് പോവാ വേണ്ടേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 100 വീടുകളില് അറിവില്ലാണ്ട് നിരങ്ങുന്നതിന് പകരം ആ അറിവ് കൊണ്ട് 10 വീട്ടിൽ പോയാൽ മതി ഈ സാധനങ്ങൾ വിൽക്കാൻ പറ്റും. 10 വീട്ടിൽ പോയാൽ മതി, അറിവുണ്ടായാൽ മതി. അത് ശേഖരിക്കുന്ന ക്ലാസ്സുകളിലേക്ക് നമ്മൾ പങ്കെടുത്താൽ മതി. മനസ്സിലായോ? അപ്പോ എംബ്രേസ് ദ ചലഞ്ച്. വെല്ലുവിളികൾ ഉണ്ടാവും. പലരും നമ്മളെ കളിയാക്കും അല്ലേ? കളിയാക്കലുകളൊക്കെ നേരിടാറില്ലേ സുഹൃത്തുക്കള്? എത്ര ആൾക്കാർ നമ്മളെ കളിയാക്കാറുണ്ട്? വേണ്ടാത്ത കാര്യത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? എന്റെ ഭാര്യ, എന്റെ അമ്മാൻഷൻ തുടക്കത്തിലൊക്കെ ആർസ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ ഭാര്യയുടെ കൈമേലേക്കൊക്കെ ഇടയ്ക്ക് നോക്കും. വാച്ചല്ല നോക്കണത്, പിന്നെ കഴുത്തിലേക്കൊക്കെ നോക്കും. കഴുത്തിൽ നിന്ന് ഇതാക്കി പിടിക്കും. അപ്പൊ എന്തെങ്കിലും പതുക്കെ ഞാൻ ഓരോന്നും മേടിച്ചു വിറ്റു. ഇത് അമ്മാൻഷൻ അറിഞ്ഞു. ചെറിയൊരു സ്ഥലം അമ്മാൻസിൻ്റെതായിട്ടുള്ളത് അവിടെ ഉണ്ട്. പിന്നത്തെ നോട്ടം ആധാരത്തെ വിളിക്കുക. ഇതൊക്കെ കൊണ്ടുപോയി വിറ്റിട്ട് ഇനി ഇവനെ നീ എന്ത് കൊടുക്കണം? ആധാരം കൊടുക്കണം.
മനസ്സില്ല മനസ്സോടൊപ്പരായിക്കൊണ്ട് ഇന്ന് എന്ത് തന്നു? ആ ആധാരൊക്കെ കയ്യിൽ തന്നു. ഇതൊക്കെ കൊണ്ടുപോയി വെച്ചൊക്കെ കാശ് സെറ്റ് ചെയ്ത് സ്വർണ്ണമൊക്കെ വിറ്റ് അന്ന് ന്യൂട്രൽ ചാർജിന്റെ ഒരു ഓഫർ വന്നു. ഭാര്യയ്ക്ക് ഞാൻ എന്ത് ചെയ്തു? ആ ഒരു 256 രൂപ വരെ എന്ത് മേടിച്ചു കൊടുത്തു? ഒരു മാല മേടിച്ചു കൊടുത്തു. ഇടയ്ക്കെടുത്ത് ഇങ്ങനെ ചൊറിയിരുന്നു. ഏത് മാല മേടിച്ചിട്ടാണ്? 6 ഗോൾഡ് മേടിച്ചു. അപ്പൊ ഇടയ്ക്ക് ചൊറിയിരുന്നിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു ദിവസം ഓഫർ വന്നു. കൊറോണ ആയ കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. സ്ഥലം ഏതാണോ? ഏതാ സ്ഥലം? തായ്ലൻഡിലേക്ക് ഒരു ഓഫർ വന്നു. അന്ന് കൊറോണ ആയ കാരണം പോകാൻ പറ്റിയില്ല. അത് ആ 75,000 രൂപ ആ പോകാൻ പറ്റാത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്പനി അയച്ചു തന്നു. ഞാൻ അവിടെ നിന്നിട്ട് ചൊറിയണ ഭാര്യയോട് പറഞ്ഞു, നീ എന്റെ പോയി കുളിക്ക്. ചൊറിച്ചില് കുളിക്കാത്തതിന്റെ എല്ലാം എനിക്ക് മനസ്സിലായി. എന്നാലും പോയിക്കോളാൻ പറഞ്ഞു. ആള് വന്നു. 1.5 പവന്റെ മാല ഞാൻ മേടിച്ചു. ആധാരം മേടിച്ച് എന്നെ വിഷമിപ്പിച്ച എന്റെ അമ്മാൻസനെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോ എനിക്ക് ഷെയ്ക്കറ്റ് തന്നു. അടിപൊളി വീടാ, നല്ല വീടാ. എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു വീട് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ആർസിയും അതെനിക്ക് നേടിത്തന്നു. മനസ്സിലായില്ലേ? ചലഞ്ചുകളെ ഞാൻ നോക്കിയില്ല, വെല്ലുവിളികളെ. കുറെ നാൾ കഴിഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, ഇതിലും ഭേദം ഓട്ടോറിക്ഷ ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ലേ? തോന്നില്ലേ സാർ? ഇതിലും ഭേദം ഓട്ടോറിക്ഷ തന്നെ ആയിട്ട് നടന്നാൽ മതിയായിരുന്നു. അല്ലെ? ഇങ്ങനെ തോന്നാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾക്ക് ഇങ്ങനെ പോകുമ്പോ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ആളുകൾ പറഞ്ഞാലും കേൾക്കില്ല. ബിസിനസ് ഓളിയാണെങ്കിൽ വരുന്നുമില്ല. അല്ലേ? ബിസിനസ് ഓളിയും വരുന്നില്ല. അപ്പൊ ഇതിന് ഇനി എന്ത് ചെയ്യും? പെട്ടനി ഭഗവാൻ, ഇതിലും ഭേദം അത് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ ഒരു ചാഞ്ചാട്ടം നമുക്കിടയിൽ തോന്നിയേക്കാം. പക്ഷേ എന്ത് ചെയ്യരുത്? കിറ്റ് ചെയ്യരുത്. പിടിച്ചു നിൽക്കുന്നവൻ ആരാണോ അവൻ ആർസിമിലൂടെ വിജയിച്ചിരിക്കും. എന്റെ ഭാര്യയുടെ ഭർത്താവ് ആദ്യം ഈ വീഡിയോ ഒന്നും പിടിച്ചിട്ട് വിടരുത്. ഭാര്യയുടെ ഭർത്താവ് എന്ന് പറഞ്ഞത് എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവ്. ചേച്ചിയുടെ ഭർത്താവ് എന്ത് ചെയ്തു? ഒരു ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ താങ്ക് യു സാർ, താങ്ക് യു. അപ്പോ ആളെന്ത് ചെയ്തു? അവരുടെ വീട്ടിൽ ക്ലാസ് വെച്ചു. ആ ക്ലാസ് വെച്ചപ്പോ ആള് ക്ലാസ്സിൽ നിന്ന് പോയി. ആള് ഗൾഫിലാണ്. പൈസ ഒക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെന്താവും? അവിടെ നിന്ന് തിരിച്ചു പോരും. തിരിച്ചു പോന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സുഹൃത്തുക്കളെ? ഗൾഫിൽ നിന്ന് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കിട്ടും. അല്ലേ? പക്ഷെ ആ 7.5 വർഷം മുൻപ് എന്റെ കൂടെ ആർസ്യം ചെയ്തിരുന്നെങ്കിലോ നാട്ടിൽ വന്നാലും ആൾക്ക് പിടിവള്ളി ഉണ്ടായിരുന്നു. ആളുകൾ ഇതൊന്നും ചിന്തിക്കാതെ ആരോഗ്യം നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോഴും ഇല്ലല്ലോ. ഇന്ന് നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് 10 ആൾക്കാരോട് കൂടി ഓടിപ്പോയി പറഞ്ഞത്. അന്ന് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും തിരിഞ്ഞു നോക്കിയില്ല. ബുദ്ധിമുട്ടുകൾ പലതും വന്നു. പിന്തിരിപ്പിക്കാൻ നോക്കി. ദുഷ്ടശക്തികൾ പിന്തിരിപ്പിക്കാൻ നോക്കി. ഞാൻ പിന്തിരിഞ്ഞില്ല. ഞാൻ പിടിച്ചു നിന്നു. എന്നും ക്ലാസ്സിന് ഡോക്ടർ ആൻസർ പറയും, ഡോണ്ട് കിറ്റ്, ഡോണ്ട് കിറ്റ്, ഡോണ്ട് കിറ്റ്. അതുമ്മ പിടിച്ചു കയറി. വിശന്നാലും സുന്ദര സാറിനായിട്ട് ഒരു ക്ലാസ്സിന് പോയപ്പോ സുന്ദര സാറ് ക്ലാസ്സും കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു അവിടുന്ന് എന്തെങ്കിലും ഒരു ഉണ്ടമ്പരിയെങ്കിലും കിട്ടുന്ന വിചാരിച്ചു. ഒന്നും കിട്ടിയില്ല സാറ് അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? ഒരു കട, ഹോട്ടല്. അപ്പൊ സുന്ദര സാറിന് പറയാം, സാർ ഒരു ചപ്പാത്തിയെങ്കിലും എനിക്ക് മേടിച്ചാ സാർ. അങ്ങനെ വിശന്നും ക്ലാസ് കേട്ടും നിരന്തരമായി പോയി ഇന്ന് സുന്ദര സാറൊക്കെ സ്റ്റാർപ്പേളും അതിന്റെ കൂടെ ദാസൻ സാറും സാറൊക്കെ സ്റ്റാർപ്പേളും പേളും ഒക്കെ ആയി. ഇന്ന് ഞാനൊക്കെ എന്തായി? എമറാൾഡ് ആയിട്ട് മാറി. ആ വിശപ്പ് സഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ആരാ ആ ഒരു എടുക്കാനായിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നത്? തയ്യാറാണോ? ജീവിതത്തില് ഈ ക്ലാസ് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ആർസ്യം നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, വിജയിച്ചിട്ട് തന്നെ നമ്മള് പോവാൻ പാടുള്ളൂ. ആർ യു റെഡി? എംബ്രേസ് ദ ചലഞ്ച്. സ്റ്റേ ഓൺ ട്രാക്ക്. ട്രാക്കിൽ തന്നെ യാത്ര ചെയ്യണം. വ്യതിചലിക്കരുത്. ലീഡർമാരുണ്ട് മുന്നില്. നമുക്ക് മുന്നിൽ വഴികാട്ടികളായിട്ട് ആരുണ്ട്? ലീഡർമാരുണ്ട്. അവർക്ക് മുന്നിലേക്ക്, അവരുടെ തലയ്ക്ക് മുകളിലേക്ക് എന്താവണ്ട? സംസാരിക്കാൻ പോകണ്ട. അവര് പറയുന്ന ആ കാര്യങ്ങൾ മാത്രമായിട്ട് ചെയ്താൽ മതി. ഞാൻ എന്റെ ലീഡർമാരായിട്ടുള്ള സജീവ് കുമാർ സാർ, എന്റെ മെന്റർ ഗിരീഷ് സാർ, എന്റെ അപ്ലയൻസ് ലീഡേഴ്സ് ആയിട്ടുള്ള ഗുരുനാഥന്മാർ ഡോക്ടർ രാജൻ സാർ, മൂർത്തി സാർ, ഇവര് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. 39ാമത്തെ വയസ്സ് വരെ നല്ല ബുദ്ധിയായിരുന്നു. എന്നിട്ട് എന്തിട്ടാ നേടിയ 3600 രൂപ വരെ മരുന്നും മേടിച്ച് കഴിച്ച് കുറെ കടങ്ങളായിട്ട് നടന്നിരുന്ന ഞാൻ ഇന്ന് ഒരു കടവും എനിക്ക് ഇല്ല. അടവ് പിന്നെ TCക്ക് അടച്ചോളൂല്ലോ.
വീടിന്റെ അടവ് ആരടയ്ക്കും? ആരടയ്ക്ക? ഹലോ, ആരടയ്ക്കും? ഞാൻ കാറിന്റെ അടവ് ഞാൻ ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ കാറൊക്കെ ആശുപത്രി അല്ലെങ്കിൽ ഇതിന്റെ അടവിന് വേണ്ടിട്ട് മോനെ ആ കാശ് കെട്ടടാ ഈ കാശ് കെട്ടാ അടവ് അടയ്ക്കാണ്ടൊക്കെ നടക്കും. പക്ഷെ ഇത് പറഞ്ഞ കാശിന്ന് ബാങ്കുകാര് കൊണ്ടുപോയി. ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. മനസ്സിലായി? വീടിന്റെ കാര്യം ആര് നോക്കിക്കോളും? TCG അടച്ചോളും. ഞാൻ അടക്കില്ല, സത്യമായിട്ട് ഞാൻ അടക്കില്ല. അടക്കില്ല. ആരടയ്ക്കും? TCG അടയ്ക്കും. പക്ഷെ അതിനുള്ള പണി ആരെടുക്കണം? പക്ഷെ അവിടെ പ്രശ്നം 30 പേരോട് ചെന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അവര് നെഗറ്റീവ് പറയുമ്പോഴത്തേനും അയ്യോ വേണ്ടറി മോളെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരില്ലേ? നല്ല മഴ വരും, അപ്പൊ എന്ത് ചെയ്യും? നല്ല വെയിൽ വരും, അപ്പൊ എന്ത് ചെയ്യും? തളരുവോ? അയ്യോ, നമ്മൾ വിജയിക്കാനായിട്ട് നടക്കുമ്പോ നല്ല വെയിൽ വരുന്നു, തളരുവോ? ഇല്ല. നല്ല മഴ വരും, തളരുവോ? നല്ല മഞ്ഞ് വരും, തളരുവോ? ആളുകൾ കളിയാക്കും, തളരുവോ? പവറാണ് കോഴിക്കോട് പവറാണ്. ആ പവർ ഒന്ന് കാണിച്ചെന്ന് കാണിച്ച ഒരു നമ്മളെ തൊട്ട ഷോക്ക് അടിക്കും. നമ്മളെ തൊട്ട ഓരോരുത്തരും തൊട്ട ഇപ്പൊ ഷോക്ക് അടിക്കും. അതുകൊണ്ട് ആരെയും തൊടാൻ പോണ്ട. ഷിജു വേണ്ട, ഒരാളെയും തൊടണ്ട, ഒക്കെ ഷോക്ക് അടിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വീട്ടിൽ ചെല്ലണ വരെ അല്ല ഈ പവർ ഉണ്ടാവണം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടത്തെ കാര്യങ്ങളായിട്ട് പോകും. ഇന്നത്തെ ദിവസം സംസാരിക്കും, ഒരു ക്ലാസ് കേട്ടു, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ എന്താവില്ല, സെറ്റിംഗ് ആണ്. സ്റ്റേ ഓൺ ട്രാക്ക്. ഒരു ഉറുമ്പിന് പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് പോവാൻ എത്ര സമയം എടുക്കും? ഒരു ഉറുമ്പിന്. ഹലോ, ആ നടന്നിട്ട് എത്ര സമയം എടുക്കും? പൂനെന്ന് ബോംബെയിലേക്ക് കുറെ ദൂരം ഉണ്ട് അല്ലേ? നടന്ന് വരുമ്പോഴത്തേനും അത് ചത്തുണ്ടാവും, പിന്നെ അതിന്റെ പരമ്പര നടക്കും, പിന്നെ അതും ചത്തുണ്ടാവും, പിന്നെ അതിന്റെ അങ്ങനെ കുറെ വർഷങ്ങൾ എടുക്കും അല്ലേ? പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ആ ഉറുമ്പിന് ചിന്തിക്കാം, എന്ത്? ആ പൂനെന്ന് ബോംബെയിലേക്ക് പോകുന്ന ഒരാളുടെ ഷർട്ടിന്റെ സൈഡിൽ അങ്ങനെ പിടികൂടി ഇരിക്കുകയാണെങ്കിൽ ഒരൊറ്റ ദിവസം മതി. എത്ര ദിവസം മതി? ഒരൊറ്റ ദിവസം മതി അവിടേക്ക് എത്താൻ. അപ്പോ സിസ്റ്റമാണ് നമ്മളെ വലുതാക്കുന്നത്. സിസ്റ്റം അല്ലെ? ഒരു കാറിന് ജാക്ക് ഉള്ളത് പോലെ തന്നെ ടയറൊക്കെ മാറ്റാൻ വേണ്ടി ഏവിയേഷൻ സിസ്റ്റം ഉള്ളത് കൊണ്ട് വിമാനം പറന്നു പോകുന്നു അല്ലെ? ശരിയല്ലേ? തോക്കില് ഉണ്ട, വെറുതെ തോക്ക് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളോ? ഒരു ഉണ്ട എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ചാവും ആൾക്കാരില്ല. പക്ഷെ തോക്കിന്റെ ഉള്ളിട്ട് വെച്ചാലോ അപ്പൊ ചത്തു അല്ലെ? ശരിയല്ലേ? സിസ്റ്റമാണ്. അങ്ങനെ വളരെ വർഷങ്ങൾ, അതായത് കൊല്ലങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ വെറും ചില ആഴ്ചകളെ കൊണ്ട് നടത്താൻ കഴിയുന്ന പ്രസ്ഥാനമാണ് RCA. 60 വയസ്സോ 70 വയസ്സോ കൊണ്ട് നേടേണ്ട വീടാണ് ഇന്ന് ഏകദേശം 46ാമത്തെ വയസ്സിൽ ഞാൻ മേടിച്ചത്. ചിലപ്പോ ആ സിസ്റ്റം ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കത് മേടിക്കാൻ പറ്റുമായിരുന്നില്ല. ആ സിസ്റ്റത്തിന്റെ കൂടെ, ലീഡേഴ്സിന്റെ കൂടെ നമ്മൾ ഏതെങ്കിലും അച്ചീവർ ആവുന്നുണ്ടെങ്കിൽ അതിനു മുൻപിൽ അച്ചീവറായ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയും ആ അച്ചീവ്മെന്റിലേക്ക് കടന്നു വരാൻ ആളുകൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വലിയ എന്താ പറയാ അഹങ്കാരം ഒന്നും ആരും കാണിക്കണം. നല്ല കുട്ടികളായി അച്ചടക്കത്തോടു കൂടി ഡിസിപ്ലിൻ എത്ര ശതമാനമാണ്? 100-ല് 50% ഡിസിപ്ലിൻ ആണ് വേണ്ടത്. ലീഡേഴ്സിനോടുള്ള ഒരു സ്നേഹം, ബഹുമാനം എപ്പോഴും. ഒരു തർക്കവും ആരോട് വേണ്ട? ലീഡേഴ്സിനോട് വേണ്ട. കൈയടിച്ച് പാസ്സാക്കിയാലോ? ഒരു തർക്കവും ലീഡേഴ്സിനോട് വേണ്ട. അവരൊക്കെ അച്ഛന്മാരാണ്, മനസ്സിലായ? ഡോക്ടർ ആയൻ സാറിനെയും ഗിരീഷ് സാറിനെയും സജീവ് സാറിനെയും മൂർ സാറിനെയും പിണക്കിയിട്ട് എനിക്ക് RCA മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ലീഡേഴ്സ് ആണ്. അതുകൊണ്ട് നിങ്ങളെ ഈ പ്രസ്ഥാനം പരിചയപ്പെടുത്തിയ ആളുകളോടും നിങ്ങൾ ഒരു എന്ത് വേണ്ട? പ്രശ്നവും നിങ്ങൾക്ക് വേണ്ട. തയ്യാറാണോ? ബുദ്ധിമുട്ടായോ? ബോറാവുന്നുണ്ടോ? റെഡിയാണല്ലോ എല്ലാവരും? സ്റ്റേ ഓൺ ട്രാക്ക്. ഈ ട്രാക്കിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. പാളം തെറ്റി പോവരുത്. വണ്ടി വേറെ വരും. ഇപ്പൊ ഞാൻ കോഴിക്കോടേക്ക് വരുമ്പോ
കുറ്റിപ്പുറത്തേക്കുള്ള വണ്ടി ആണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അബദ്ധവശാൽ ഞാൻ കുറ്റിപ്പുറത്തേക്കുള്ള വണ്ടിയിലാണ് കയറിയിരുന്നെങ്കിലോ ജയശ്രീ മാഡം നമ്മൾ പെട്ടുപോയേനെ. മാങ്കാവിലേക്കുള്ള വണ്ടിയിൽ എന്നെ കറക്റ്റ് കയറിയതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. കറക്റ്റ് കയറിയതിന് മനസ്സിലായോ? അതേപോലെ തന്നെ എന്താണ് ഷോ ദ വേൾഡ് ഐ ക്യാൻ മേക്ക് ഇറ്റ്. ഈ ജന്മത്തിൽ നടക്കാത്ത കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് ഈ ലോകത്തിനോട് വിളിച്ച് പറയണം. എന്ത് വിളിച്ചു പറയണം? ഞാനത് നേടി, ഞാൻ വീടുകൾ നേടി, എന്റെ സ്വപ്നങ്ങൾ പൂവണിയിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുള്ളൂ. ഉറച്ച തീരുമാനം എടുക്കുക. ഐ ക്യാൻ മേക്ക് ഇറ്റ്, ഞാനത് നേടി എന്ന് പറയാം. പറയണ്ടേ നമുക്ക്? എത്ര ആൾക്കാർ മൺമറഞ്ഞു പോയി അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതെ, അല്ലേ? ശ്രദ്ധിച്ചോ? എന്റെ അമ്മയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണി മാത്രം എടുത്തിങ്ങനെ പോയി. ഒരു നല്ല ഡ്രസ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല ഡ്രസ് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നും ഒരു പണിക്കാരി എന്റെ ആയിരുന്നു എന്റെ അമ്മ. പക്ഷെ ഈ ഒരു സമയത്തും അമ്മ ഉണ്ടായിരുന്നെങ്കിലോ ആ കാറിന്റെ ഒരു സൈഡിൽ ഇരുത്തിയിട്ട് അവരെ എനിക്ക് കൊണ്ടുപോകാമായിരുന്നു. ഹലോ, മനസ്സിലായോ? നമുക്ക് ഒരുപാട് ആളുകൾക്ക് സ്വപ്നങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾക്കും നമ്മുടെ അച്ഛനും അമ്മയും പ്രായമാവുകയാണ്, അവർക്ക് വയ്യാതാവുകയാണ്. ഈ ജന്മത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മാതാപിതാക്കന്മാർക്കും നേടിക്കൊടുക്കേണ്ട പലതും നമ്മുടെ കൈകളിലുണ്ട്. ഇന്നത്തെ ചെറിയ കുട്ടികളെ കണ്ട് അവർക്ക് ഇത്രയേ ചെലവുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കണ്ട. അവരിനിയും പഠിച്ചു കയറുമ്പോൾ അവര് വലിയ വലിയ എന്താ പറയാ MBBS-ഉം MBA ഒക്കെ എടുക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ട് നയിക്കേണ്ടി വരും. അതിനു മുൻപ് ഒരു ദീർഘവീക്ഷണം കണ്ടുകൊണ്ടെങ്കിലും നിങ്ങൾ ഇന്നു മുതൽ നമ്മുടെ RCM സ്റ്റാർട്ട് ചെയ്യും. ഹലോ, തയ്യാറാണോ? എങ്കിലാണെങ്കിൽ ഈ പോയിന്റുകൾക്ക് എല്ലാ പോയിന്റുകൾക്കും ഒരു നല്ലൊരു കൈയടി. ഞാനത് അംഗീകരിച്ചു, ഞാൻ തയ്യാറാണ് സാറേ. ഇനി എന്റെ കയ്യിൽ നിന്നൊരു വീഴ്ച വരില്ല. ഞാൻ തയ്യാറാണ്. ഞാൻ എന്റെ കുടുംബത്തിനെയും എന്റെ രാഷ്ട്രത്തിനെയും നോക്കാൻ ഞാൻ തയ്യാറാണെന്ന ഒരൊറ്റ വാക്ക് ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ വീട്ടിൽ പോകാൻ പാടുള്ളൂ. ആ ഉറപ്പ് എല്ലാ ദിവസവും ഇന്ന് ഹൃദയത്തിന്റെ ഉള്ളറകളിൽ വരണം. ഓരോ അച്ചീവ്മെന്റും നിങ്ങൾക്ക് വേണ്ട അച്ചീവ്മെന്റുകൾ ആ ചുമരുമൽ എഴുതിയിട്ടിട്ട് നിങ്ങൾ നോക്കണം. എനിക്കിത് നേടണം എന്ന വാശിയോടുകൂടി പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള അറിവുകളും വെളിച്ചങ്ങളും വളരട്ടെ. നിങ്ങൾ തൊടുന്ന എന്തിനേയും അത് പ്രകാശപൂരിതമാക്കാൻ കഴിയട്ടെ എന്ന ആശംസകളോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ശ്രീറാം, ജയ് ഹിന്ദ്. ഷൈൻ ബാബു സാറിന്റെ സക്സസ് മന്ത്ര 7 പോയിന്റ് അല്ലേ? 7 പോയിന്റ് വെച്ചിട്ട് അദ്ദേഹം, നിങ്ങളുടെ മൈൻഡ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ പറയുന്നു 1 കൊല്ലം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കും. ഇന്ന് വന്ന പുതിയ ആളുകളും ഒരു ടെക്നിക്കൽ അച്ചീവർ ആയിരിക്കും. അതിന് ഇത്രയും നല്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ സക്സസ് സ്റ്റോറി അല്ലെങ്കിൽ സക്സസ് മന്ത്രം അവിടെ പറഞ്ഞിരുന്ന ഷൈൻ ബാബു സാറിന് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ കേൾക്കുന്ന രീതിയിൽ ഒരു കൈയടി കൊടുക്കുക. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ഇരിക്കണം. കറക്റ്റ് 2 മണിക്ക് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. നമുക്കിവിടെ 10 മണി ഷാർപ്പിന് ഇവിടെ ഈ ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആളുകൾ വെച്ചിട്ട് ഇവിടെ ഒരു നറുക്കെടുപ്പുണ്ട്. അതിൽ 3 പേർക്ക് ഇവിടെ സമ്മാനങ്ങൾ കൊടുക്കുന്നതാണ്. അത് ലേറ്റായി വന്നവർക്കും വേണ്ടി ഇരുന്ന് കാണണം. കാരണം നാളെ അവരും 10 മണിക്ക് മുമ്പേ ഹാളിലേക്ക്. നമ്മൾ ടൈം പങ്ക്ച്വാലിറ്റി, കോഴിക്കോട് ഫയറപ്പിന്റെ ഒരു പ്രത്യേകത ടൈം പങ്ക്ച്വാലിറ്റി ആണ്. ഈ നോമ്പ് മാസമായിട്ട് പോലും എത്രയോ ആളുകൾ ഇവിടെ നോമ്പെടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നോമ്പെടുത്തിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് നല്ലൊരു കൈയ്യടി ഇവിടെ കൊടുത്തേ പറ്റും. പലരും നോമ്പാന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് പുറത്ത്, പക്ഷേ ഇവിടെ ഉള്ളിലെത്തിയിരിക്കുന്നു. അവർ വിജയിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ ഇതില് 3 പേരെ വിളിക്കുന്നുണ്ട്. അത് ആദ്യമായിട്ട് ഞാൻ വിളിക്കുന്നത് 3ാമത്തെ പ്രൈസ് എടുക്കാനാണ്. 3ാമത്തെ പ്രൈസ് എടുക്കാനായിട്ട് നമുക്ക് വാടാനപ്പള്ളിയിൽ നിന്ന് ഒരു ഗ്രേറ്റ് ലേഡി ഇവിടെ എത്തിയിട്ടുണ്ട്. ജയശ്രീ മാഡം സ്റ്റാർ പ്ലെയർ അച്ചീവറാണ്. പ്ലീസ് ഫാസ്റ്റ് ആയിട്ട് വരും. ഉണ്ടാവും അല്ലെ? ഫസ്റ്റ് ക്വാളിറ്റി ചായ
നിങ്ങൾ മാർക്കറ്റ് പോയി വില അന്വേഷിച്ച് നോക്കൂ. അതിന്റെ പകുതി പോലും അതേ ക്വാളിറ്റിയുള്ള ചായപ്പൊടി